للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم خاتم النبيين وعلى آله وصحبه الفائزين أما بعد سبحانك لا علم لنا إلا ما علمتنا ولا معرفة لنا إلا ما ألهمتنا إنك أنت العزيز الحكيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله مولانا العظيم وقال النبي صلى الله عليه وسلم يدخل الجنة أقوام أفئدتهم كأفئدة الطيور صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله يا أملي يا موئلي يا ملاذي يوم يلقاني خبلي بجودك فضل العفو أنزل لي جودا فرجح بفضل منك ميزاني وأنت أقرب من ترجى عواطفه عندي وإن بعدت داري وأوطاني صلى عليك إله العرش ما سجعت ريح صباع سبات الفشل والباني مولاي صل وسلم دائما أبدا ആദരണീയരായ സാദാത്തുക്കൾ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഈ മഹൽ സംരംഭത്തിൽ സന്നിഹിതരായിട്ടുള്ള സത്യവിശ്വാസികളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുകൂടൽ പാരത്രിക ലോകത്ത് ഗുണം ലഭിക്കുന്ന നല്ല പ്രവർത്തനമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈത്തിക്കാഫിന്റെ നിയ്യത്ത് മറന്നവർ അല്ലാഹുവിന്റെ പള്ളിയിൽ ഞാൻ ഈത്തിക്കാഫിരിക്കുന്നു എന്ന കരുത്തോടുകൂടെ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് കുറെ ആൾക്കാർ നിയ്യത്ത് വെക്കുന്നത്. നേരത്തെ വെക്കേണ്ടതാണ്. പള്ളിയിൽ കയറുമ്പോൾ പാലിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണ് ഈത്തിക്കാഫ്. മറ്റൊന്നാണ് വലത്തെ കാല് വെച്ച് കയറൽ. വേറെ ഒന്നാണ് اللهم افتح لي ابواب رحمتك സ്വലാത്തിന്റെ ശേഷം اللهم افتح لي ابواب رحمتك എന്നുള്ളത് ചൊല്ലൽ. മറ്റൊരു സുന്നത്താണ് രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലൽ. പള്ളിയിൽ പ്രവേശിച്ച ഉടനെ
രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലൽ സുന്നത്തുണ്ട്. മഹാനരായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഒരിക്കൽ ഒരാൾ വന്ന് ഭക്ഷണം ചോദിച്ചു. ഫുഡിന്റെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടമാണെന്ന് ഭക്ഷണം ചോദിച്ചു, കൊടുത്തു. രണ്ടാം പ്രാവശ്യം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇനി ചോദിക്കരുത് കേട്ടോ, ചിലപ്പോ ചെറിയ കുട്ടികളുണ്ടല്ലോ, എനിക്ക് രണ്ടാം വട്ടം വേണമെന്ന് പറയണം. ഇനി ചോദിക്കരുത് കേട്ടോ, കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് എത്തിക്കേണ്ടതാണ്. 7 കൊല്ലം ഇത് കൊടുക്കേണ്ടതാണ്. അപ്പൊ ആ വ്യക്തിത്വം പറഞ്ഞു, ഞാൻ ആരാണ് എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ ഒരുപാട് തരും, ഒരു ഡിമാൻഡും വെക്കില്ല. അപ്പൊ നിങ്ങൾ ആരാന്ന്? ഞാൻ അങ്ങയെക്കുറിച്ച് ആരോ എന്തോ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ ആ ദുരാരോപണത്തിന്റെ നിരർത്ഥകത വ്യക്തമാക്കി കൊടുക്കുകയും അങ്ങേക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാക്ഷിത്വത്തിൽ ഞാൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടനെ അയാൾക്ക് 150 ഉറുദു, ഏകദേശം 2 ടൺ 2000 കിലോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു വഹയറിയിച്ചു, യൂസുഫ് നബിയെ, നിങ്ങൾക്ക് അനുകൂലമായി ഒരു പ്രാവശ്യം സാക്ഷി നിന്ന വ്യക്തിക്ക് നിങ്ങൾ ഇത്ര അളന്നു കൊടുത്തുവെങ്കിൽ ഭാവിയിൽ വരാനുള്ള നബി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ അനുചരന്മാർ നിത്യജീവിതത്തിൽ എനിക്ക് അനുകൂലമായി ഷഹാദത്ത് ചൊല്ലിയതിന്റെ പേരിൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം നിങ്ങളൊന്ന് നോക്കൂ. യൂസുഫ് നബിക്ക് കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്ത സമയത്താണ് അവിടുന്ന് ദുആയിരുന്നത്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽകി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എനിക്കൊരുപാട് അധികാരം നൽകി. 120 വയസ്സാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ജീവിച്ചത്. ആ 120 വയസ്സിൽ 80 കൊല്ലവും അവിടുന്ന് കഴിഞ്ഞത് ജയിലിലാണ്. 17ാമത്തെ വയസ്സ് മുതൽ 97ാമത്തെ വയസ്സ് വരെ അടിമയും ജയിലിലുമായി മഹാനവറുകൾ കഴിഞ്ഞുവെങ്കിൽ ബാക്കി 23 വർഷക്കാലം ജയിലിൽ നിന്ന് ഇറങ്ങി ജയിൽ പുള്ളിയായി പാർശ്വവൽക്കരിക്കപ്പെടാതെ ആ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലും അധികാരത്തിന്റെ ചെങ്കോലും പിടിച്ച് മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് ജീവിച്ചുവെങ്കിൽ അല്ലാഹുവേ, എനിക്ക് അധികാരം നൽകി. വഅല്ലംതനീ മിൻ അഗ്വാഇൻ മിൻ തഅ്വീലിൽ അഹാദീസ്. അല്ലാഹുവേ, വൈജ്ഞാനിക മേഖലയിൽ ഉന്നത സ്ഥാനവും ദൈക്ഷണിക മേഖലയിൽ ഉന്നത വ്യക്തിത്വവും അതുപോലെ ഒരുപാട് മികവും എനിക്ക് നൽകി. സ്വപ്ന വ്യാഖ്യാനത്തിൽ പോലും അവഗാഹം നേടാനുള്ള പവർ നൽകിയ രാജാതിരാജനായ റബ്ബേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശലോകത്തെ ഒരു നിലക്കും ഒരു ന്യൂനതയുമില്ലാതെ ഒരാൾക്കും ഒരു കുറവും കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ പടച്ച തമ്പുരാനെ, എനിക്ക് ചോദിക്കാനുള്ളത് തവഫനി മുസ്ലിമൻ, ഒരു അനുസരണമുള്ള വ്യക്തിത്വമായി സർട്ടിഫൈ ചെയ്യപ്പെടുന്നതോടൊപ്പം വഅൽഹിഖ്നി ബിസ്സാലിഹീൻ,
സ്വാലിഹീൻ. ആ ഷഹാദത്ത് കലിമയുടെ പ്രതിഫലം വാങ്ങിക്കൂട്ടുന്ന മുഹമ്മദ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളുടെ കൂട്ടത്തിൽ പരലോകത്ത് എനിക്കും വരാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അപ്പൊ പള്ളിയിൽ കിടക്കുമ്പോ എന്തെല്ലാം പറഞ്ഞത്? രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലൽ സുന്നത്തുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് ചൊല്ലലും സുന്നത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു കാരണവര് പറഞ്ഞു, അതൊക്കെ ഇനിയിപ്പൊ കാണാതെ പഠിച്ചാൻ കഴിയുമോ? അപ്പൊ കാരണവര് ഞങ്ങൾ അത്തയ്യാത്ത് ഓതലില്ലേ ചോദിച്ചു. പറഞ്ഞ അത്തയ്യാത്തത്തെ അസ്സലാമലൈക്കാണ് ഇത്. അപ്പോഴാണ് കൂടിയത്. ചില സംഗതി അങ്ങനെയാണല്ലോ, ചില ടൈമിലാണ് ഇവിടെ, എപ്പോഴും മൂടിക്കൊള്ളണമെന്നില്ല. അത് ചില സന്ദർഭങ്ങളിലായിരിക്കും. അള്ളാഹു നമുക്ക് ഖൈർ ചെയ്യട്ടെ. ആമീൻ പറയാൻ പ്രത്യേക തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത് അങ്ങനെ നല്ല ഒരു മഹത്തായ ഒരു ഭവനത്തിൽ ഇത്തികാഫിന്റെ കരുത്തോടു കൂടെയാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അങ്ങനെയാ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഏറ്റവും ശ്രേഷ്ഠകരമായി പരിചയപ്പെടുത്തിയ സലാസത്തുൻ തുളീഉ ലി അഹ്ലി സമാ കമാ അന്ന സമാഅ തുളീഉ ലി അഹ്ലിൽ അർദ്. മൂന്ന് സംഭവം വാനലോകത്തുള്ള മലക്കുകൾക്ക് ഭൂമി ലോകത്ത് നിന്ന് പ്രത്യേകം പ്രകാശിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഇതുപോലെയുള്ള മജ്ലിസുകളുള്ള മഹത്തായ സംരംഭങ്ങൾ. അള്ളാഹു നമ്മുടെ ഈ സംരംഭത്തെ ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതലൊന്നും സംസാരിക്കാതെ ഒരൊറ്റ വിഷയം മാത്രം പറഞ്ഞ് ഒരു ഹദീസ്, ആ ഹദീസ് മാത്രം വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ. സ്വർഗ്ഗത്തിൽ ചില ആളുകൾ പ്രവേശിക്കുന്നുണ്ട്. അവർ സ്വർഗ്ഗത്തിൽ എത്തപ്പെടാനുള്ള കാരണം അഫ്ഇദതുഹും കഅഫ്ഇദതിത് തുയൂർ. അവരുടെ മനസ്സ് പക്ഷികളുടെ മനസ്സ് പോലെയാണ്. പക്ഷികളുടെ മനസ്സുപോലെയുള്ള നല്ല മനസ്സുള്ള ചില ആളുകൾ അവര് സ്വർഗ്ഗത്തിൽ കിടക്കും. ഖാല റസൂലുള്ളാഹി. എന്താണ് ഈ ഉപമക്ക് കാരണം? പ്രധാനമായും പക്ഷികൾക്ക് 5 ഗുണങ്ങളുണ്ട്. ഓരോ പക്ഷികൾക്കും ആ പക്ഷികളുടേതായ ചില നിലപാടുകൾക്കനുസരിച്ച് ചില മോശം സ്വഭാവമുള്ള പക്ഷികളുണ്ട്. അർബഅത്തും മീനത്തുയൂരി തയ്യറു തഊസുനാദി കുൽ ഖുറാബുൻ നാസറു. ചില പക്ഷികൾക്ക് ചില ദുസ്വഭാവങ്ങളുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ 12,100 തരം പക്ഷികളാണ് ലോകത്തുള്ളത്. എത്ര? 12,000 ചില്ലാനം വിഭാഗമാണ്. തിന്നല് ഹലാലായ 4 ജീവിന്റെ പേര് വരാൻ പറഞ്ഞപ്പോ 4 പോത്ത് കയറുന്നു. അങ്ങനെ എണ്ണിയതല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, ഒരുപാട് കോടിക്കണക്കിന് ഉണ്ടാകുമല്ലോ ഇനങ്ങൾ. 12,000 ചില്ലാനം ഇനങ്ങൾ പക്ഷികൾ ലോകത്തുണ്ട്. പൊതുവായി പക്ഷികൾക്ക് 5 ഗുണങ്ങളാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ.
സ്വർഗലോകത്ത് പ്രവേശിക്കുന്ന ചില വിഭാഗം, പല വിഭാഗങ്ങൾ പല ഗുണങ്ങളെ കൊണ്ട് സ്വർഗത്തിലെത്തിയവരാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലെത്താൻ കാരണം അഫ്ഇദതുഹും കഅഫ്ഇദത്തിത് തുയൂർ, അവരുടെ മനസ്സ് പക്ഷികളെ മനസ്സ് പോലെയാണ്. ഏത് വിഷയത്തിലാണ്? 5 ഗുണങ്ങളാണ്. പണ്ഡിതന്മാർ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ്, ആ ഹദീസ് വിശദീകരിച്ചു പറയുന്നത് കാണാം. 1 ഫിത്തവക്കുലി വൽ ഖൗഫി വൽറിഖതി വൽ മുറാഖബ. അതേ പക്ഷികളുടെ പ്രത്യേകത എന്താണ്? 1 പക്ഷികൾ തവക്കുലുള്ള ജീവികളാണ്, അല്ലാഹുവേ പരമേൽപ്പിക്കുന്നവയാണ്, യജമാനനായ റബ്ബിനെ വിഷയങ്ങളിൽ പരമേൽപ്പിക്കുന്നവരാണ്. രാവിലെ ഒരൊറ്റ പക്ഷിയും ഇറങ്ങുമ്പോ ഏതെങ്കിലും ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്ത് വൈകുന്നേരം ശമ്പളം വേതനം കൂലി വാങ്ങാനല്ല, നേരെ മറിച്ച് അവരങ്ങനെ രാവിലെ കാലിയായ വയറുകൊണ്ട് അവരെല്ലാവരും പുറത്തിറങ്ങുമ്പോ വൈകുന്നേരം മടങ്ങുന്നതോ ആഹാരം കഴിച്ചുകൊണ്ടാണ്. ഇറങ്ങുമ്പോ വേവലാതിയില്ല, ഇറങ്ങുമ്പോൾ വിഷമമില്ല, അവർക്ക് ആകുലതയില്ല, അവർക്ക് ബുദ്ധിമുട്ടില്ല. അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടാണ്. അതേ യജമാനനായ റബ്ബിനെ ഒരു മുഅ്മിൻ തവക്കുലാക്കുന്നുവോ, ആ തവക്കുലാക്കുന്ന ആളുകൾക്ക് അല്ലാഹു വലിയ കാവലാ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണ് റബ്ബിനെ തവക്കുലാക്കുന്നതെങ്കിൽ രാജാതിരാജനായ റബ്ബ് അവൻക്ക് എല്ലാം നിലക്കും പരിഹാരം നൽകുകയാണ്. നിങ്ങൾ നോക്ക്, സ്വഹാബിമാരെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ഔഫ് ഇബ്നു മാലിക്കിൽ അശ്ജഈ റളിയല്ലാഹു അൻഹു. വളരെ പ്രായമായ ആളാണ്. സ്വഹാബിമാരിൽ ഒരുപാട് പ്രായമായവരുണ്ടായിരുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് 350 വയസ്സാ, 350 ഇയേഴ്സ്. 350 വയസ്സുള്ള ഒരാൾ കയ്യൊന്നിച്ചാട്ടെ, അതിന്റെ പൗതിയുള്ള ആൾക്കാരുണ്ടാവില്ലല്ലോ. തൂബ, നബി തങ്ങൾ പറഞ്ഞു, തൂബ സന്തോഷം, ലിമൻ താല ഉംറഹു, വയസ്സ് കൂടുതലുള്ള, ലിമൻ താല ഉംറഹു, വയസ്സ് കൂടുതലുള്ള ആളുകൾക്ക് വളരെ സന്തോഷം. ആർക്ക്? എല്ലാവർക്കും അല്ല. ചില ആൾക്കാർക്ക് പ്രായാകുന്നിടത്തോളം പിത്തനക്കും പ്രായാകും, അങ്ങനെയല്ല. നേരെ മറിച്ച് പ്രായമായി വഅമില ലിമാ ബഅദൽ മൗത്ത്, നാളേക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ. സൽമാനുൽ ഫാരിസി തങ്ങൾ 300ാമത്തെ വയസ്സിലാണ് വിശ്വസിച്ചത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു സഹാബി വന്നു. ആ സഹാബി വന്നപ്പോ ആ സഹാബിയോട് ചോദിച്ചു, അങ്ങക്ക് എത്ര വയസ്സായി? സാധാരണഗതിയിൽ ഗൾഫേരോട് ജോലിയും പെണ്ണുങ്ങളോട് വയസ്സും ചോദിക്കരുത്, കാരണം അതിൽ രണ്ടിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്ന അല്ലേ? അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഏതായിരുന്നാലും മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പൊ പറഞ്ഞു 200 വയസ്സായി. കൂളായിട്ട് ഒരു ചെറിയൊരു മരണം ഉണ്ട് പറഞ്ഞ ഒരാള് എന്താ പോണെന്ന് വെച്ചപ്പോ ചെറിയൊരു മരണമൊക്കെ കണക്കുന്നല്ലേ. അപ്പൊ എന്താണ് 200 വയസ്സായി, വളരെ നോർമലായിട്ട്, വളരെ വളരെ നോർമലായിട്ട് എനിക്ക് 200 വയസ്സായി. വല്ലാത്തൊരു സംഭവം. ഒരുപാട് പരിചയങ്ങൾ ഉണ്ടാകുമല്ലോ, ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ടാകുമല്ലോ. അൽഹംദുലില്ലാ, അങ്ങനെ കുറെ കഥയൊക്കെ കേട്ടു. അങ്ങനെ ആ കഥയൊക്കെ കേട്ടതിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതായാലും നിങ്ങൾ വന്നതല്ലേ, നിങ്ങൾക്ക് ഞാൻ എന്തേലും ചെയ്തു തരണോന്ന് ചോദിച്ചു. എന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്റെ വക അങ്ങനെ വേണോ? അങ്ങനെയാണല്ലോ നല്ല നല്ല ആളുകൾ, ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു താല്പര്യമായിരിക്കും. അതല്ലാതെ നാസ്ത കഴിച്ചിട്ടുണ്ട് ഉച്ചച്ചോറിന് കുടിക്ക് തന്നെ പോകാലോ എന്ന് പറയുന്ന സൈസ് അല്ല. നേരെ മറിച്ച് എന്താണ്, ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്ന നിലക്ക് ചോദിച്ചു, എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് നിങ്ങൾക്ക് വേണോന്ന്, ഒരു ചെറിയ ഹെൽപ്പ് വേണ്ടി എന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചു, എന്റെ പോയ വയസ്സ് കിട്ടാൻ തിരിച്ചറിയണം. അതിന് കഴിച്ചൂലായിരുന്നു. ഞങ്ങൾ വെക്കോളി, ഞാൻ എന്റെ വൈക്ക് പോവുകയാണ്.
അപ്പൊ അങ്ങനെയാണ് ഓരോ ആളുകൾക്ക് അങ്ങനെയാണ്, പെട്ടെന്ന് ചോദ്യം പെട്ടെന്ന് പറച്ചിലും കഴിയും. അതങ്ങനെ തങ്ങൾ ഒരിക്കൽ അങ്ങനെ തുമ്മിയപ്പോ അൽഹംദുലില്ലാഹ്, അപ്പൊ ഒരു യഹൂദിയായ മനുഷ്യൻ അപ്പൊ നബി തങ്ങൾ അപ്പൊ അയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം ഒപ്പം. അങ്ങനെ ഞൊടിയിടയിൽ ചില സംഗതികളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ കുറെ സ്വഹാബിമാര്, ആ സ്വഹാബിമാരെ കൂട്ടത്തിൽ പ്രായമുള്ളൊരു സ്വഹാബിയാണ് ഔഫ് ബിൻ മാലിക്കിൽ അശ്ജഈ. വളരെ പ്രയാസാണ്, ഭാര്യക്ക് സുഖല്ല, അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടില്ല. ആ ഔഫ് ബിൻ മാലിക്കിൽ അശ്ജഈ തങ്ങൾ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ഒരു അസമയത്ത് വരികയാണ്. നബിയേ, ഞാൻ ഈ സമയത്ത് വരാൻ കാരണം ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, പട്ടിണി കിടന്ന് വിഷമിക്കുകയാണ്, സാമ്പത്തികമായ പരാധീനത കൊണ്ട് കഴിയുകയാണ്. എന്നാൽ എന്റെ ഇപ്പോഴുള്ള പ്രശ്നം അതല്ല. ഞങ്ങൾക്ക് വല്ലതും കൊണ്ടുവന്ന് തന്നിരുന്നത് ഞങ്ങൾക്കുള്ള ഏക മകനായ കൊച്ചുമോനാണ്. ആ മോനെ മുശ്രിക്കുകൾ കൊലപ്പെടുത്താൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ആ മോനെ തട്ടിക്കൊണ്ടുപോയ വിവരം അറിഞ്ഞപ്പോൾ മുതൽ എന്റെ പ്രിയപ്പെട്ട പത്നി കിടപ്പിലാണ്, ക്ഷീണിച്ചു കിടക്കുകയാണ്. ഹബീബായ തങ്ങളെ, എനിക്ക് വരാൻ കഴിഞ്ഞത് കൊണ്ടല്ല ഇങ്ങോട്ട് വന്നത്, മറിച്ച് ഈ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം നേടാനാ. ഏതേത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. ഹബീബായ തങ്ങളുടെ അടുക്കലേക്കാണ് ഇവിടെയുള്ള ഓരോ ജീവജാലങ്ങളും വന്നിരുന്നത്, ഓരോ വസ്തുക്കളും ഹബീബിനെ സമീപിച്ചിരുന്നത്. അങ്ങനെ നബി തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ അബൂ മാലിക് എന്നവരെ, ഒരിക്കലും വിഷമിക്കണ്ട, ഔഫ് ബിൻ മാലിക് തങ്ങളെ ബേജാറാവണ്ട. വമൻ യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവെയാണോ പരമേൽപ്പിക്കുന്നതെങ്കിൽ ഫഹുവ ഹസ്ബു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കാര്യം ഏറ്റെടുക്കുകയാ. അതുകൊണ്ട് ചെന്ന് ഭാര്യയോട് പറയുക, ഇത് കിടന്ന് വിഷമിക്കേണ്ട സമയമല്ല. അതേ വിവേകം കൈകൊണ്ടുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന് 1000 പ്രാവശ്യം ഭാര്യയോട് ചൊല്ലാൻ പറയുക. നിങ്ങളും ചൊല്ലുക. ഏതെങ്കിലും ഉസ്താദ്മാര് ചെല്ലാൻ തന്ന പെണ്ണുങ്ങളെ ഏൽപ്പിച്ചാലാണ് നമ്മളൊക്കെ. ഒരിക്കൽ പത്തിരിപ്പടിന്റെ ഇടയിൽ കുറ്റിയടിക്കണമെന്ന് അന്നാം സൂറത്ത് ഓതുന്നത് വളരെ നല്ലതാന്ന് പറയുമ്പോൾ ഇതൊരു അന്നാം ഓതുകൊണ്ട് കേട്ടോ, ഞാൻ കുറച്ച് തിരക്കിലാട്ടോ, ആസാരിനൊക്കെ വിളിക്കണം. അല്ലേ, അന്നാം സൂറത്ത് നിക്കാഹിന്റെ അന്ന് ഓതല് വളരെ നല്ലതാ. വാഹനം വാങ്ങുമ്പോഴും വളരെ നല്ലതാണ്. അതുപോലെ വീട് പണി തുടങ്ങുമ്പോഴും വളരെ നല്ലതാണ്. എന്നാ ബർക്കത്തുണ്ടാകും, പരയിൽ ബർക്കത്തുണ്ടാകാൻ നബി തങ്ങൾ പറഞ്ഞത് ഇജ്അലു നസീബൻ മിനൽ ഖുർആനി ഫീ ബുയൂതികും ഖാല റസൂലുള്ളാഹി. ഖുർആൻ ഓതുന്ന പരയിൽ ഭയങ്കര ബർക്കത്ത്. അല്ലാതെ ചോമരും ഓട്ടത്തും അല്ല, പലവാക്കിന്റെ ഓട്ട കാണാം. ചില ചോമരും അങ്ങനെ നോക്കിയാല് സൂത്രം പോകാനത്ര ആരാണ് അങ്ങനെ. എന്നാ വർക്കത്തുണ്ടാകും. എന്നാ ഓട്ട ഒരാൾ പൊത്തി പിടിച്ചു നിൽക്കുക, എന്നാ വർക്കത്ത് പോകുമോ? വെറുതെ ആവശ്യമില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏത് വിഷയങ്ങൾക്കും പരിഹാരം ദിക്റുണ്ട്, ഖുർആനുണ്ട്, ഓത്തുണ്ട്, സംഗതി. ഔഫ് ബിൻ മാലിക് തങ്ങളോട് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം 1000 വട്ടം ചൊല്ലാൻ. അപ്പൊ എന്താ അവിടുന്ന് പറഞ്ഞത്? 300 ഒപ്പിച്ച പതിയില്ലേ? അങ്ങനെ അറിഞ്ഞ ഞങ്ങൾ രണ്ടാളും 500 ചോദിച്ചെടുത്താൽ മതിയോ? അങ്ങനെ അറിഞ്ഞോ? ഇല്ല, അത് നേരെ കേട്ടിന് ചെല്ലാൻ മതി. നല്ലൊരു അടിപൊളി ദിക്റാണ് ഈ ലാ ഹൗല. ബിസ്മിയോട് കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 71 വട്ടം രാവിലെ ചെല്ലുന്നത് ഭയങ്കര ഫലാണ്, ഭയങ്കര പവറാ.
ആയുസ്, വിജ്ഞാനം, സമ്പാദ്യം, സന്താനം. ഈ 4 മേഖലയിലും ടെൻഷൻ ഉണ്ടാവൂല. ഏതുമില്ലേ? അൽഹംദുലില്ലാ. ബിസ്മിയോട് കൂടെ ലാ ഹൗല പണിയുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്തെളുപ്പം അല്ലേ? വളരെ സിമ്പിളാണ്, വളരെ റാഹത്താണ്. നാളെ മറ്റന്നാളൊക്കെ ഒന്ന് ചൊല്ലിയോക്കി, മറക്കാതൊക്കെ നല്ലതാണ്. അലന്നസ്ര സൂറത്ത് ഫർദ് ശേഷം ഓതിയ മറക്കൂല. ഇത് പറഞ്ഞപ്പോ പിറ്റേന്ന് ഫോണ് അത് ഓതാൻ മറന്നു. ഞാൻ അത് മറക്കാതെക്കാൻ വേറെ ഏതാ ഓതണ്ടത്? അങ്ങനെ ഉണ്ടാവുമല്ലോ. ഓരോ ആളുകൾക്ക് പല ജാതി വിഷയങ്ങളല്ല. ഒന്ന് മറവി, മറ്റൊന്ന് മടി. ഉറങ്ങുന്നതിന്റെ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വത്തോട്ടം ചൊല്ലിയ ഹജ്ജ് ചെയ്ത കൂലിയാന്ന് കാണാം, ഹദീസിൽ കാണാം. ഒരു പണിയില്ലല്ലോ, എന്നാലൊരു മടി. ഉറങ്ങണതിന് മുമ്പ് ഉളുണ്ടാക്കി കിടക്കല്, നേരം പുലരോളം അവർക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ദ്വാരക്കുന്ന. ഇവിടെയൊക്കെ നമ്മൾ ചിലപ്പോ വയൽദിനൊക്കെ ദ്വാരക്കാൻ വേണ്ടി പോയാൽ 100 റുപ്യ കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് ദ്വാരപ്പിക്കലുണ്ട്. മലക്കൊക്കെ 100 റുപ്യ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഉമ്മിനെ നമുക്ക് ഫ്രീ ആയിട്ട് ദ്വാരന്ന് തരും. ഭക്ഷണം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ഒരു ദ്വാരന്ന് തരും. എന്തേ വേണ്ടത്? ഉറങ്ങണതിന് മുമ്പ് ഒന്ന് ഉളുണ്ടാക്കി കിടന്നാക്കി. അവിടെ നമ്മൾ ഒപ്പിക്കും. അത് നമ്മൾ ആ ഇശക്കരിച്ചപ്പോഴുള്ള ഊതുണ്ടല്ലോ, ആ ഊതുകൊണ്ടാണ് ഒപ്പിക്കും അല്ലേ? ചോറ് കഴിക്കാൻ പോകുമ്പോ ഒന്ന് കയ്യകിക്കാറുണ്ട്. ഉതിർത്തപ്പ കയ്യകിയുന്നു, അത് വേറെ കയ്യകലല്ലേ, ഉതിർത്തപ്പകള് വേറെ അല്ലേ. അപ്പൊ അങ്ങനെ എല്ലാ നിലക്കും ഒപ്പിക്കല. ഹോട്ടലിൽ കയറിയാറ്റ് മുട്ടക്കറി എടുത്തായിരുന്നു കോയിന്റെ ഇല്ലേ, അപ്പൊ എന്താ അത് ഒപ്പിച്ചത്? അപ്പൊ ഏത് നിലക്കും ഒപ്പിക്കുക എന്നുള്ള സംഗതി അന്ന് ലോകത്ത് കാണുന്നത്. അത് പോട്ടെ, നമ്മളെ വിഷയം അതല്ല. പ്രിയപ്പെട്ടവരെ, ലാ ഹൗല എന്നുള്ള ദിക്ർ നല്ല ദിക്റാ. അത് ചെല്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞാൽ പോരാൻ ചെല്ലണം. ആമീൻ പറയാനൊക്കെ ഉസാറായിരിക്കും. പിന്നെന്താവും? ഔഫ് ബിൻ മാലിക്കിൽ അശ്അരി തങ്ങൾ ചൊല്ലാൻ തുടങ്ങി. 400 ആയപ്പോഴേക്ക് വാതിലിൽ മുട്ടുന്നു ഒരാൾ. തുറന്നു നോക്കിയപ്പോൾ പുന്നാര മോനാണ്. 400 ചൊല്ലിയപ്പോഴേക്കാൾ വന്നു. സുബ്ഹാനല്ലാഹ്, വളരെ സന്തോഷമായി. 4000 ചില്ലാനം ആടുകളുമായിട്ടാണ് വരവ്. ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ലഭിച്ചതാണ്. അഥവാ 2 പ്രശ്നമാണ് നബി തങ്ങളോട് പറഞ്ഞതെങ്കിൽ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്ർ കൊണ്ട് 2ഉം നേടാൻ കഴിഞ്ഞു. 400 ആയപ്പോ മകം വന്നു. അഞ്ഞ് നിർത്തുക, 1000 ആക്കണ്ട. കാര്യം നേടിയ പിന്നെ ബാക്കി വേണ്ട എന്നാണോ? അല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ. ആ നിലക്ക് അവിടുന്ന് വീണ്ടും 600 ചൊല്ലി 1000 പൂർത്തിയാക്കി, ഭാര്യയും പൂർത്തിയാക്കി പറഞ്ഞു വന്നത്. ആരാണോ തവക്കുലാക്കുന്നതെങ്കിൽ വമയ്യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേലിൽ ആരാണോ തവക്കുലാക്കുന്നതെങ്കിൽ ഫഹുവ ഹസ്ബുഹു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ എല്ലാ നിലക്കും രാജാതിരാജനായ റബ്ബിന്റെ സപ്പോർട്ടുണ്ട്. അതാണ് പക്ഷിയുടെ ഒരു സ്വഭാവം, തവക്കുലാണ്. രണ്ടാമത്തെ സ്വഭാവം അൽ ഖൗഫ്, ഭയങ്കര ഭയപ്പാടാണ് പക്ഷികൾക്ക്. കൊളക്കോയി എന്നൊരു കോഴിയുണ്ട്, അത് കേട്ടണ? കൊളക്കോയി എന്ന് പറഞ്ഞിട്ടൊരു കോഴിയുണ്ട്. കുവാ 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 എന്ന് പറയുന്ന ഒരു കോഴിയാണ്. ആഹ്റവാവും ആക്കബലും അളുമുമായത് ഹുവല്ലാതെ അറബി കലിമത്തിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിസ്കാല് വെച്ചതാ കൈത കുടുംബം എന്നാ ഒച്ചേക്കണു. കുവാ കുവാ കുവാ. അപ്പൊ 2ാമത്തെ കലിമത്തായില്ലേ? അങ്ങനെയല്ല. അപ്പോ ഈ കൊളക്കോഴിയെ പിടിച്ചാൽ 100 ഗ്രാം ഉണ്ടോ അത് 75 ഗ്രാമായി ചുരുങ്ങും. ആ ഒരു ഭയപ്പാടോ പ്രാക്കൽ എല്ലാ ജീവികൾക്കും പേടിയാണ്. കോഴികള് പേടിയാണ്.
കോഴികള് മുട്ട വിരിഞ്ഞ കുഞ്ഞുമായി പോകുമ്പോ നമ്മൾ കുറച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ സൈഡാക്കി പോകും. കോഴി നടുവിലാണെങ്കിൽ നമ്മൾ അരുക്കൂടെ പോകും. എന്താ കാരണം? കൊത്തോ എന്നുള്ള പേടി അമ്മക്കും, കുട്ടിനെന്തെങ്കിലും കാട്ടോ എന്നുള്ള പേടി. രണ്ട് പേടിയും കൂടി സംയുക്തമായ പേടിയാണ്, വലിയ പേടിയാണ് അല്ലേ? പക്ഷികൾക്ക് ഭയങ്കര പേടിയത്ര, ഭയങ്കര ഭയപ്പാടാണ്. ചിലപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പലതും കാണിച്ചിരിക്കാം, എന്നാലും ഭയപ്പാടുള്ള ജീവികളാണ് പക്ഷികൾ. പക്ഷികൾക്ക് അങ്ങനെ പല ഗുണങ്ങളുണ്ട്, ചില സ്വഭാവങ്ങളും. മഹാനരായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ വയലറിഞ്ഞു. അങ്ങനെ വയലറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾക്ക് നന്നാവണം എന്നൊരു പൂതി അങ്ങനെ ഉണ്ടാവൂല. ഇടക്കൊക്കെ കേൾക്കുമ്പോ നന്നായാലോ കുഴപ്പമില്ല എന്നുള്ള നിലക്ക് അങ്ങനെ നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഹസൻ ബസരി തങ്ങൾ അടുക്കൽ വന്നിട്ട് കൈ പിടിച്ചിട്ട് ഒന്ന് ചുംബിച്ചു. ഔസിനി, നിങ്ങളൊന്ന് വയല് പറഞ്ഞായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരണം. 23 നേരം കേട്ടത് പിന്നെ എന്താ വയല് തന്നെയാണ്. എന്നാലും ഞാൻ ആരാകേണ്ടത് കുൻ കെൽബൻ, ഒരു നായയിക്കോ ചോദിച്ചേണ്ടിന്നില്ല. കാരണം പറഞ്ഞ എന്താണ്? നായാകാനോ? കുൻ കൽബൻ. അവങ്ങനെ ആലോചിച്ചു, കുൻ കൽബൻ എന്താ പീപ്പ മനസ്സിലായില്ല. അപ്പൊ അടുത്ത വെടി ഖുറാബൻ, ഒരു കാക്കയിക്കോ. കാക്കേ 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 കൂടെ വിടെ, ഒരു പിടുത്തമില്ലാത്ത ജീവിയാണ്. അപ്പൊ എന്താ കാക്കേ എന്താ കാക്കേ? കുന്തിക്കജ് കോഴിക്കോ, കോഴിയാക കോഴിയാക മനസ്സിലായി. കുൻ ഹിറത്തൻ, പൂച്ചയിക്കോ, പൂച്ചയിക്ക. എല്ലാരും മാന്ത് എന്താ ഇപ്പൊ പറയും. പിന്നെ മൂത്തുക്ക് നോക്കിയില്ല, കുൻ പോത്തന്നേറ്റ പറഞ്ഞാലോ. ഇങ്ങനെ ആലോചിക്കുമ്പോ സമയത്ത് പറഞ്ഞു ബേജാറാണ്. കുൻ കൽബൻ ഐ കുൻ ഷാക്കിറ, നായ നന്ദിയുള്ള ജീവി. അതാണ് മഹാനരായ ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ ഒരു പ്രഭാഷണമുണ്ട്. 458-ാമത്തെ വർഷത്തിലെ ശവ്വാൽ മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ച അവിടുന്ന് നടത്തിയ ആ ഉപദേശം കൊണ്ട് 70,000 ആളുകൾ വിശ്വാസിയായി. വല്ലാത്തൊരു സംഭവമായിരുന്നു. കുറെ ആളുകൾ മരിച്ചു വീണു. മോൻ അബ്ദുൽ വഹാബ് എന്നവര് വാപ്പേ ഞാനും വയലിന് വരട്ടെ എന്ന് ചോദിച്ച വയലായിരുന്നു. മോനെ എന്ന് പറഞ്ഞു. ആ വയലിങ്ങനെ കേട്ടപ്പോ മകനും വല്ലാത്തൊരു സംഭവം. കാരണം ആളുകൾ ഇങ്ങനെ ബോധരഹിതരാകുന്നു, ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നു, കുറെ ആളുകൾ മരിച്ചു വീഴുന്നു, കുറെ ആളുകൾ ഇങ്ങനെ കരയണു. ഇങ്ങനെയുള്ള വയൽ കേട്ടപ്പോ മോന് വല്ലാത്ത താല്പര്യം. പിന്നെ എപ്പ വാപ്പ വയലിന് പോകുമ്പോഴും മോനും പോകും. ഒരു ദിവസം മോൻ ചോദിച്ചു, ബാപ്പേ എന്താ മോനെ, ഞാൻ ഒന്ന് വയലറിയട്ടെ എന്ന് ചോദിച്ചു. ആ എന്റെ പകരം വയ്ക്കോ. അങ്ങനെ മോനെ പറഞ്ഞയച്ചു. മോൻ നല്ല വയലൊക്കെ ഉഷാറാക്കി പഠിച്ചിങ്ങനെ ഉണ്ടാക്കി വയലറിയാൻ വേണ്ടി നിന്നു. ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സസുക്ക് നോക്കി. ആ 3-ാമത്തെ വരിത്തെ സ്കെൽറ്റ് മനുഷ്യപ്പം മരിച്ചു പോകും. 4-ാമത്തെ ആള് ഇപ്പൊ ബോധം കെടും. 5-ാമത്തെ ആള് കരഞ്ഞുകാണ്ടാണ് തൂഫാനാകും എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ വയലാണ് തുടങ്ങി. വയലാണ് തുടങ്ങിയിട്ട് ആരും മരിച്ചില്ല, ആരും കരയുന്നില്ല. പരമാവധി അസ്രായിലിനെ കൊണ്ട് റൂഹ് പിടിപ്പിച്ചു നോക്കി, ഒരു നിർവാഹമല്ല. കവർ പരമാവധി ഇടുക്കി നോക്കി, യാതൊരു നിർവാഹമല്ല, ഒരു സംഭവമല്ല. വയൽ എളുപ്പം നിർത്തിയിട്ട് പെരീക്ക് പോയിട്ട് ഒരൊറ്റ കരച്ചില്ല. എന്താ മാനെ കരഞ്ഞു വെച്ചു? ഒന്നുമല്ല വാപ്പേ, ഞാൻ വയൽ തന്നിട്ട് ആരും മരിച്ചില്ല. അപ്പൊ ജീവം ആൾക്കാരെ കൊല്ലാൻ വേണ്ടി വെള്ളറാൻ പോയതാ. പറയണം, ഞാനും അങ്ങനെ പറയല്ലോ. അത് കൽബ് തട്ടുമ്പോഴുള്ള ഒരു പ്രതിഫലനം മാത്രമാണ് അല്ലേ. കൽബ് എന്ന് പറയുമ്പോഴേ കൽബ് കൊള്ളുള്ളൂ എന്നുള്ളതാണ് അവിടുന്ന് പറഞ്ഞത്. ഏതായിരുന്നാലും ആ ഗൗസുൽ ആദം അവിടുന്ന് പറയുന്നു, അൽ കൽബു യൻസുറു സാഹിബഹു വയുഈദുഹു ഫീ സ്വൈദിഹി വയഹ്രിസു ദാറഹു. ഒരു നായ വീട് കാവൽ നിൽക്കുന്നു, വേട്ടയിൽ സഹായിക്കുന്നു, കൃഷിയിൽ സഹായിക്കുന്നു, പല മേഖലയിലും സഹായിക്കുമ്പോ മോനെ വഅന്തലാ തുതിഉഹു ഇല്ലാ ലുഖ്മതൻ ഔ ലുഖ്മതൈൻ, ഒന്നോ രണ്ടോ ഉരുള ഭക്ഷണമാണ് നീ അതിന് വേതനമായി കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ നായയുടെ സ്ഥാനം വീടിന്റെ
പുറത്താണ്. വല്ലപ്പോഴും മഴവെള്ളം കാരണം അകത്ത് നിന്റെ ബെഡിലൊന്ന് കയറി കിടന്ന് നീ കസാര കൊണ്ടെറിഞ്ഞതിന്റെ കാലൊഴിച്ചാലോ നിന്നെ കാണുന്ന സമയത്ത് നന്ദിയോടുകൂടെ വാലാട്ടുന്നില്ലേ? ആ നായയെ കണ്ട് ശുക്ർ പഠിച്ചോ. രാജാതിരാജനായ റബ്ബിന്റെ അനുഗ്രഹമല്ലേ നീ അർഹിക്കുന്നത്? നീ കഴിക്കുന്ന ആഹാരം ഭൂമിയിൽ മുളച്ചു പൊന്തിയത്, നീ കുടിക്കുന്ന വെള്ളം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തത്, നീ ശ്വസിക്കുന്ന ഓക്സിജൻ ഭൂമിക്ക് മുകളിൽ സംവിധാനിച്ചത്, നീ ഉപയോഗിക്കുന്ന ഏതെല്ലാം ഉപകരണങ്ങളുണ്ടോ എല്ലാം ഭൂമിയുമായി ബന്ധമുള്ളതാ. നീ താമസിക്കുന്ന ഭൂമിയുടെ മുകളിൽ കാണുന്ന സൂര്യൻ അതിന്റെ പൊസിഷനിൽ നിന്ന് അല്പം അകലെയാണെങ്കിൽ നിന്റെ ശരീരത്തിലെ രോമത്തിന്റെ ഉള്ളിലൂടെ രക്തം പുറത്തു വരുന്നു. അതല്പം താഴോട്ടാണെങ്കിലോ നിന്റെ ബ്ലഡ് മുഴുവനും വറ്റി നീ മരിച്ചു പോകുന്നു. അതൊന്നുമില്ലാതെ കൃത്യമായ അനുപാതത്തിലൂടെയാണത് സഞ്ചരിക്കുന്നതെങ്കിൽ വടക്ക് 23 ഡിഗ്രി ചെരിഞ്ഞ് 1609 കിലോമീറ്റർ വേഗതയിൽ പെർ മണിക്കൂറിൽ സൂര്യൻ കിഴക്കോട്ട് വടക്ക് ചെരിഞ്ഞ് കറങ്ങുമ്പോ ആ കറക്കത്തിന്റെ ഫലമായ ജിയോ എനർജിയും മാഗ്നറ്റിക് എനർജിയും കോസ്മിക് എനർജിയും സൗരോർജവും കാന്തികോർജവും ഭൗമോർജവും കൃത്യമായ അനുപാതത്തിൽ നിനക്ക് സംവിധാനിച്ചു തരുന്ന രാജാതിരാജനായ അല്ലാഹ്, ആ റബ്ബിനെ ശുക്ർ ചെയ്യാൻ നായാഴുന്ന ജീവിയെ നീയൊന്ന് നോക്കൂ. എത്ര നന്ദിയുള്ള ജീവിയാ. ഹസനുൽ ബസരി തങ്ങൾ അവിടുന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. പിന്നെ പറഞ്ഞത് കുൻഖുറാബൻ, മോനെ നീ കാക്കയാവുക, എന്നാൽ കുൻമുറാഖിബ, നല്ലൊരു നിരീക്ഷകനാണ് കാക്ക. സമർത്ഥനായ നിരീക്ഷകനാണ് അല്ലേ? കാക്ക ഇങ്ങനെ തലോദിക്കൂലല്ലോ. ആ കൊമ്പ് ഇങ്ങനെ നോക്കിയേക്കോണം, ഇങ്ങനെ നോക്കും. ഒരാക്കണ സൈസ് നോട്ടം, ഇങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കും. കാക്ക നിരീക്ഷകന. അതാണ് മുഖ്തസറുൽ മആനി എന്ന കിതാബിന്റെ വക്കത്ത് കാണാം. ഒരു കാക്കക്കുട്ടി വല്യപ്പ കാക്ക ട്യൂഷൻ കൊടുക്കുക, ക്ലാസ്. മനുഷ്യർ എന്ന വിഭാഗത്തിൽ നിന്ന് എങ്ങനെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്ലാസ്സിലെ സബ്ജക്ട്. അങ്ങനെ ഈ വലിയ കാക്ക പറഞ്ഞു, മോനെ മനുഷ്യന്മാര് നട്ടു ഭയങ്കര വിക്രസുകളാണ് ആൾക്കാർ. ഓല് വരുമ്പോ കുമ്പിട്ടാല് ഇജ്ജ് പാറിക്കൊണ്ടുപോവാ. അപ്പൊ എന്തേ വാപ്പേ? ഒന്നുമല്ലടോ, അത് ചിലപ്പോ കാല് ചൊറിയാൻ സാധ്യതയുണ്ട്, സൂസ് തെരിയേക്കാനും സാധ്യതയുണ്ട്, കല്ലെടുക്കാനും ഒരു സാധ്യത, ഒരു എഹ്തിമാലുണ്ട്. ആ എഹ്തിമാല് ചിലപ്പോ നമ്മളെ മേലെ കല്ല് വാക്കിയാകാൻ വേണ്ടി സംഭവിക്കാൻ സാധ്യതയുണ്ട്, എറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കുമ്പിട്ടാ വണ്ടി കൊണ്ടുപോകാം. അപ്പൊ ഈ കുട്ടി ഇസ്കാല് വെച്ചു തിരിച്ചു. എന്താണ്? എല്ലാവർക്കും 2 കാല്, ചിലർക്ക് 3 കാല്, 3-ാം കാല് ഇസ്കാല്. ഇസ്കാലിന്റെ ഫത്ഹാണ് ഗസ്റാണ് എന്നുള്ള ഇസ്കാല് വേറെ, അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇങ്ങനെ നടന്നു വരുമ്പോ തന്നെ ഓരോ കയ്യില് കല്ലുണ്ടെങ്കിലോന്ന്, കുമ്പിടണ്ട, നടന്നു വരുമ്പോ തന്നെ കല്ലുണ്ടെങ്കിലോന്ന്, അന്ന ഓരോ കണ്ടാ തന്നെ പാറിക്കൊണ്ടുപോവാ. അപ്പൊ അങ്ങനെയാണ് അന്നത്തെ കാക്കകൾ. ഇപ്പോഴത്തെ കാക്കകൾ കണ്ടാലും കൊണ്ടാലും എന്താവൂല, അതിന് മെയിൻ ചെയ്യൂലല്ലോ. പഴയ കാലത്ത് നമ്മളെ റോട്ടിൽ കൂടെ വണ്ടി വരുമ്പോ ഒരു പോത്തോ പശുവോ കണ്ടോ പെരിജാതി ഓട്ടോ ഓടും. മലവണ്ടാണ് കരുതി കണ്ട് പിന്നെ ഭയങ്കര ഓട്ടോ ഓടും. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നമ്മളെ സൈഡിലാണ് പോകാന്നല്ലാതെ വേറൊരു സംഗതി ഇല്ലല്ലോ. അത് ഓരോ വിഷയത്തിനനുസരിച്ച് അങ്ങനെയാണ്. അപ്പൊ സമർത്ഥനായ നിരീക്ഷകനാണ് അഥവാ ഒരു മുഅ്മിനായ മനുഷ്യൻ ഏതൊരു വിഷയത്തിലും സൂക്ഷ്മതയോട് കൂടെ ജീവിക്കേണ്ടതാണ് എന്ന പാഠമാണ് ആ ജീവിയിലുള്ളത്. ഓരോ ജീവികളിലും പാഠം, ഓരോന്നിനും അല്ലാഹു തആല പടച്ചയിൽ ഒരു ഹിക്മത്ത്. ഒരിക്കൽ ദാവൂദ് നബി അലൈഹിസ്സലാം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചുവന്ന പുഴുവിനെ കണ്ടു. അദ്ദൂദത്തുൽ ഹംറ, ഒരു ചുവന്ന പുഴുവിനെ കണ്ടു. അപ്പൊ ദാവൂദ് നബി ഇങ്ങനെ ആലോചിച്ചു, പടച്ചോനെ എന്തിനാ ഇതിനെ പടച്ചത്? അച്ചാറിട്ട് തിന്നാൻ പറ്റൂലല്ലോ, ചൈനക്കാരാണെങ്കിൽ വറുത്തിട്ടേലും തിന്നും. നമ്മളിപ്പോ ഈ പുഴുവിനെ അങ്ങനെ തിന്നൂലല്ലോ. അപ്പൊ ഇത് എന്തിനാ അല്ലാഹു തആല ഇതിനെ പടച്ചത് അല്ലേ? നമുക്ക് ചിലപ്പോ അങ്ങനെ തോന്നും. ഈ വർഷക്കാലം ആയിട്ടില്ല എന്ന വേനൽക്കാലത്തിന്റെ ചൂടും അതിന്റെ ഇടയിൽ ഒരു മഴ ചാറും കൂടി ചെയ്താല് കോട്ടരിമ പറഞ്ഞ സാധനം കാണാം. കോട്ടരിമ കറുത്തിട്ട് കോട്ടരിമ അറിയാം അല്ലേ?
അങ്ങനെ ചെറിയ ഒരു ജീവിയാണ് എന്ത് കോട്ടരുമ. അവിടെ ഒന്നിനും കാണുന്നില്ല. നമ്മളവിടൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടുക്കാം പാലക്കാടൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇങ്ങനെ ഈ ജീവികളെ അല്ലാഹു തആല എന്തിനാ പഠിച്ചെന്നൊക്കെ തോന്നും. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ അപ്പത്തേക്ക് ചട്ടിനിന്റെ ഒപ്പം കടുകിന്റെ ഒപ്പം വലിയൊരു കടുകിന്റെ കോലത്തിൽ ഇതിനെ കണ്ടാൽ പ്രത്യേകിച്ചും അങ്ങനെ ഇത് എന്തിനാ പഠിച്ചെന്നുള്ള തോന്നലൊക്കെ ഏർപ്പുണ്ടാകാറുണ്ട് അല്ലേ. അപ്പൊ ഇതേപോലെ ദാവൂദ് നബിക്ക് ഒരു തോന്നല് എന്തിനാ അല്ലാഹു തആല പുഴുവിനെ പഠിച്ചത്. അതിൽ ഈ പുഴു ഒരു നോട്ടാണ് നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ ആ പുഴു സംസാരിച്ചു. ദാവൂദ് നബിയെ, ഞാനേ അല്ലാഹ് എന്നെ പഠിച്ച എന്താന്നല്ല നിങ്ങളെപ്പോലെ മനുഷ്യന്മാരെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഞാൻ ദിവസം പകല് 1000 ദിക്റിലുണ്ട്. 1000 ദിക്ർ. രാത്രി ഞാൻ ബാബിയിൽ വരുന്ന നബി മുഹമ്മദ് റസൂലുള്ളാഹി ആ ഹബീബിന്റെ പേരിൽ 1000 സലാത്തും ചൊല്ലുന്നുണ്ട്. അതിനാ അല്ലാഹ് എന്നെ പഠിച്ചത്. ഏത് ദിക്റാ? എല്ലലു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റാ എല്ലലു. അപ്പൊ എല്ലാ ജീവികളും ദിക്റല്ലോ. അതങ്ങനെ. അതാണ് മൂന്നാമത് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു പുൻദീക്കൻ. ഇതൊരു ദീക്കാവു. പൂവങ്കോഴി. പൂവങ്കോഴി പതിവായ എന്നെ കൂവി ഉണർത്തും പൂങ്കോഴി. പഴയകാലത്തെ സ്കൂളിലെ ബുക്കത്തെ ശായറം ബൈത്താണല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ പൂവങ്കോഴിയൊക്കെ എന്താവാറുണ്ട്, ഇങ്ങനെ കൂവാറുണ്ട്. ഈ കൂവുന്ന ജീവിയുടെ ആ കൂവൽ അതൊരു തസ്ബീഹ. സുബഹിയുടെ മുമ്പന്നെ കൂവും. ചിലതാണ് മഗ്‌രിബിന്റെ ശേഷം കൂവും. അപൂർവം ചില കോഴികള് മഗ്‌രിബിന്റെ ശേഷം കൂവലുണ്ട്. എന്നാണ് ഒരിക്കലൊരാൾ ചോദിച്ചു, ഇവിടുത്തെ കോഴി മഗ്‌രിബിന്റെ ശേഷം കൂവണത്, അതിനെന്താ കാട്ടണ്ടെന്ന് ചോദിച്ചു. അത് പകല് കടത്തിറക്കി കളാറ്. അപ്പൊ എങ്ങനെയാണെങ്കിലും കോഴിയൊക്കെ അങ്ങനെ. അപ്പൊ ഈ കോഴികളെ കൊക്കോ എന്നുള്ള ദിക്റ് അതൊരു പ്രത്യേക ദിക്റാ. ആകാശ ലോകത്തുള്ള ഒരു മലക്കിന്റെ ഖൂമൂ യാ ഗാഫിലീൻ എന്ന നിർദ്ദേശം വരുമ്പോ ഈ കോഴി എണീറ്റുള്ള ദിക്റാണ്. കോഴിയുടെ ദിക്റാണ് കൊക്കോ. മാലർത്തി നമ്മൾ കൊക്കോ പറഞ്ഞ അതിന് കൂലിട്ടൂല. മറ്റേ കോഴിൻ്റെതാണ് നമ്മളെ ദിക്ർ വേറെയാണ്. നാലാമത് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത് എന്താണ്? കുൻഹിറത്തൻ, പൂച്ചയാവാന. പൂച്ചയിലും ഒരുപാട് പാഠമുണ്ട്. എന്താണ്? ഐകുൻ മുതവാലിഅ, നീ വിനയമുള്ള ജീവിയാവുക. പൂച്ചക്ക് ഭയങ്കര വിനയ. നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ വാതിലിന്റെ അവിടെ നിന്നിട്ട് മ്യാവ് വന്നിക്കണു കഴിച്ചിട്ടുണ്ട് എന്തെങ്കിലും അല്ലേ, പിന്നെ കാലുമ വന്നിട്ട് ഇങ്ങനെ വരുത്തും. നിങ്ങൾ എന്താ എന്നെ എന്താ നിങ്ങൾ പരിഗണിക്കാത്ത? ഇങ്ങോട്ട് അപ്പുറത്ത് കൂടെ ഒന്ന് വന്നിട്ട് ഇപ്പുറത്ത് കൂടെ വന്നിട്ട് മ്യാവ് ഒരെല്ലെങ്കിലും തന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എത്ര വിനയാണ്. അതാണ് കുൻ മുതവാലിഅ. പൂച്ച എന്ന ജീവിയിലൂടെ വിനയം പഠിക്കണം എന്ന് പറയാൻ കാരണം ഏതായിരുന്നാലും പറഞ്ഞു വന്നത് ഓരോ ജീവികളിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പക്ഷികളുടെ ജീവിതത്തിലുള്ള പ്രത്യേകമായ ഒരു വിഷയമാണ്. പക്ഷികൾ സമർത്ഥമായി നിരീക്ഷിക്കുന്ന ജീവിയാണ്, തവക്കുലുള്ള ജീവിയാണ്. അതേ അല്ലാഹുവേ ഭയപ്പെടല ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടത്. യഖാഫൂന റബ്ബഹും, യജമാനനായ റബ്ബിനെ പരിഗണിക്കലാണ്, അല്ലാഹുവേ ഭയപ്പെടലാണ്. അതല്ലേ തഖ്വയുടെ ലക്ഷണം. ഇതാ വിശുദ്ധ റമളാൻ ആസന്നമായിരിക്കുകയാണ്. നോമ്പെടുക്കുന്നതിന്റെ ഒരു കാരണം തന്നെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി എന്നാണ്. തഖ്വയുടെ നിർവചനം മഹാനരായ അലി ബിൻ നബി താലിബ് തങ്ങൾ പറഞ്ഞത് ഹിയ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് തഖ്വ. ആ തഖ്വയുള്ളവരായ റബ്ബിന്റെ അടുക്കൽ മാറാനാണ് പോയ കാലങ്ങളിലുള്ള ആളുകളെല്ലാം ആഗ്രഹിച്ചത്. അവരെല്ലാവരും ചിന്തിച്ചത് കേട്ടിട്ടില്ലേ? മഹാനരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ രാത്രി സമയത്ത് ഇവിടെ നിന്നോ കയറി വന്ന് വീടണയാൻ സമയം മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിൽ നിന്നൊരു ഖുർആൻ പാരായണം കരഞ്ഞുകൊണ്ട് ഓതി നിസ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. മാഇദ സൂറത്തിലെ ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കളായ ഹാബീലിന്റെയും ഖാബീലിന്റെയും ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള ആയത്ത്, വത്ലു അലൈഹിം നബഅ ബനി ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ വലം യതഖബ്ബൽ മിനൽ ആഖിർ. ഹാബീൽ ഖാബീൽ തമ്മിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ കാലഘട്ടത്തിൽ ആരാണോ ശരിയെന്നറിയാൻ അന്ന് ചെയ്യാറുള്ളത് ഖുർബാൻ വെക്കും, ഒരു വഴിപാട്, ഒരു നേർച്ച. ഹാബീൽ നല്ലൊരാടിനെ വെച്ചു, ഖാബീൽ പിസ്കനേന്നു കുറച്ച് അരിപ്പൊടിയെ വെച്ചു. ഡമസ്കസിൽ ഒരു പാറ, ആ പാറയിലാണത് വെച്ചത്. ആ ഡമസ്കസിലെ പാറയിൽ നിന്നാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ യാത്ര ആരംഭിച്ചത്. ആ ഡമസ്കസിലെ പാറ മൂസാ നബിയുമായി ബന്ധപ്പെട്ട പാറയാണ്. ആ പാറയുടെ അടുക്കലാണ് മനാറത്തുൽ ബൈളാ, അവസാനം റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അവസാനം അവതരിക്കുന്ന ഇറങ്ങുന്ന സ്ഥലവും അവിടെയാണ്. എവിടെ? ഡമസ്കസിലുള്ള, ദിമിഷ്കിലുള്ള ആ പാറ. ആ പാറയിൽ ഹാബീൽ ഒരു ആടിനെ വെച്ചു. ആ ഹാബീലിന്റെ ആട് അല്ലാഹ് കബൂലാക്കി ആകാശത്ത് കൊണ്ടുപോയി. എന്ത് ചെയ്തത്? 10 മലക്കുകൾ ഓരിട ചെയ്തത്. എന്താ അവിടെ ചെയ്തത്? നല്ല ആട് ബിരിയാണി വെച്ചോ. ഇവിടുത്തെ നല്ല നല്ല ഭക്ഷണം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്ത് ചെയ്തത്? ആ ആടിനെ അവിടെ വളർത്തി. എത്ര കൊല്ലം? 3000 കൊല്ലം. ഒരാട് എത്ര കൊല്ലം നിക്കല്? എത്ര? 10 കൊല്ലം നിൽക്കോ? വളരെ കുറവാ. ഉലഹിയത്ത് അറക്കാൻ 2 വയസ്സായ ആടിനെ തെരഞ്ഞിട്ട് കിട്ടാതിരുന്നപ്പോ കാരണോൽ ഐഡിയ പറഞ്ഞെടുത്തു, ആടിന്റെ വയസ്സ് 6 മാസമാണ്. കാരണം 6 മാസം കൂടുമ്പോഴാണ് ആട് പ്രസവിക്കല്. അതുകൊണ്ട് ആടിന്റെ വയസ്സ് ശരിക്കും 6 മാസമാണ്. അപ്പൊ 1 കൊല്ലം തന്നെ ആയ എത്രയായി? 2 വയസ്സായി. അതാവൂല. നെയ്യാടിന് 1 വയസ്സ് 1 കൊല്ലം, മറ്റേന് 2 കൊല്ലം. അതങ്ങനെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ആടിനെയാണ് ഇസ്മായിൽ നബിന്റെ സ്ഥാനത്ത് അറുക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിയത്. അല്ലാതെ ആരാന്റെ തൗത്തുനിന്ന് അയച്ചുകൊടുന്നതല്ല. അത് ഉയർത്തിറക്കാൻ പറ്റൂലല്ലോ, പൊരുത്തല്ലാത്ത. പിന്നെ ഹാബീലിന്റെ ആടിന് അന്ന് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. ആ ഉയർത്തപ്പെട്ടത് 3000 കൊല്ലം അവിടെ ജീവിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനത്ത് സബീർ പർവ്വതത്തിന്റെ അടുക്കൽ ഉദ്ഹിയത്തെറിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന ആട് ഈ ആടായി. അന്ന് ഹാബീലിന്റെ സ്വീകരിച്ചു, ഖാബീലിന്റെ സ്വീകരിച്ചില്ല. ആ ചരിത്രം പറഞ്ഞു കൊടുക്ക നബിയെ എന്ന ആയത്താ സിദ്ദീഖ് തങ്ങൾ ഓതുന്നത്. അപ്പൊ ഹാബീലിനെ സ്വീകരിച്ചപ്പോ ഖാബീൽ എന്താ ചിന്തിക്കേണ്ടത്? പടച്ചോൻ എന്റെ അടുത്ത് പറ്റിപ്പോയി, എന്റെ അടുത്ത് തെറ്റാ സംഭവിച്ചത്, തൗബ ചെയ്യണതിന് പകരം ഹാബീലിനോട് പറഞ്ഞ കന്നാൻ കൊല്ലുന്ന, നിന്നെ ഞാൻ കൊല്ലും. ഔദും കരയിൽ നോക്കിയിടപ്പെട്ട ടൈൽസിമ ചവിട്ടി കയറുന്നില്ലേ? ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിന്നെ ഞാൻ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോ ഹാബീൽ പറഞ്ഞു, ഓ ഖാബീലേ, എന്റേത് കബൂലാക്കാൻ ഞാൻ കൈക്കൂലി കൊടുത്തതല്ല, ഞാൻ മറ്റു സ്വാധീനം വെച്ച് പുലർത്തിയതിന്റെ പേരിലല്ല. നേരെ മറിച്ച് ഞാൻ അല്ലാഹുവെ ഭയപ്പെടുകയാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ലഇൻ ബസത്ത യദക, നീ എന്നെ കൊലപ്പെടുത്താൻ നിന്റെ കൈ എന്നിലേക്ക് നീട്ടിയാൽ ഞാൻ എന്റെ കൈ നിന്നെ കൊലപ്പെടുത്താൻ നീട്ടൂല. മസിൽ പവർ ഇല്ലാത്തതിന്റെ പേരിലല്ല, ശക്തിയില്ലാത്തതിന്റെ പേരിലല്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ രാജാതിരാജനായ അല്ലാഹുവെ ഭയപ്പെടുന്നു. ഹാബീലിനെ
ഒരു കല്ലുകൊണ്ട് പിന്നീട് ഹാബീലിനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ചരിത്രം വിശാലമാ. ഈ ആയത്തങ്ങ് ഓതിയപ്പോ ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന ഭാഗമെത്തിയപ്പോ മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ബോധരഹിതനായി വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ഇങ്ങോട്ട് തന്നെ നടന്നു. അങ്ങനെ പിറ്റേ ദിവസം സുബഹി നിസ്കരിക്കാൻ വേണ്ടി നിന്നു. നിസ്കാരം കഴിഞ്ഞ് എന്നും വലത് ഭാഗത്ത് കാണുന്ന സിദ്ദീഖ് തങ്ങളെ കാണാതിരുന്നപ്പോൾ ചോദിച്ചു, എവിടെയാണ് ആള്? ഉടനെ ബാക്കിൽ നിന്ന് ഹനയാ റസൂലല്ലാഹ്, ഹാ ഹനയാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഇവിടെയുണ്ട്. എന്ത് പറ്റി? ഉടനെ തന്നെ പറഞ്ഞു, നബിയെ ഞാൻ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇന്നലെ ഞാൻ ഒരായത്ത് ഓതി. ആ ആയത്തിൽ കണ്ടത് ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഞാൻ റബ്ബിന്റെ അടുക്കൽ ഒരു തഖ്വയുള്ളവനായി പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആരുമല്ലല്ലോ നബിയെ. ഇതാലോചിച്ചുകൊണ്ടാണെന്ന് അബൂബക്കർ സിദ്ദീഖ് അവിടുന്ന് പേടിച്ചു. നമുക്ക് ആ പേടിക്കണ ഉപകരണം അല്ലാതെ പോയി. അല്ലെ നമുക്ക് എന്ത് പേടിയുള്ളൂ, എന്ത് ബേജാറുള്ളത്? ഒരു വിഷയമല്ലല്ലോ. അതാണ് പൂർവീകരായ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ അൽ ഖൗഫു മിനൽ ജലീൽ. രണ്ടാമത് വൽ അമലു ബിത്തൻസീൽ, വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ ഹുജ്ജത്തുൻ അലൈക, ഖുർആൻ അനുകൂലമായ സാക്ഷിയാണ്, അതല്ലെങ്കിൽ പ്രതികൂലമായ സാക്ഷിയാണ്. അല്ലാഹു അനുകൂലമായ സാക്ഷിത്വം വഹിക്കുന്നവരിൽ, വിശുദ്ധ ഖുർആൻ പരലോകത്ത് അനുകൂലമാകുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിനെ പരിഗണിക്കുക. ഈ വിശുദ്ധ റമളാൻ എന്നത് ഖുർആനിന്റെ മാസമാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതുകൊണ്ടാണ് പൂർവീകരായ ആളുകളൊക്കെ അവര് ഖുർആനുമായി ബന്ധമുള്ളവരാണ്. കേട്ടിട്ടില്ലേ? ഒരുപാട് ചരിത്രങ്ങൾ വിഷയത്തിൽ പറയാനുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിലെ ഒരു സനദിലെ ഒരു വ്യക്തിത്വം അബൂബക്കർ ഇബ്നു അയ്യാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അബൂബക്കർ ഇബ്നു അയ്യാസ് റളിയല്ലാഹു ജലീല ക്ഷീണിച്ചോ? ഇല്ലല്ലോ. എല്ലാ മാസം കുത്തുബിയത്തിന് വരുന്ന ആൾക്കാരാണ്. ആർക്കും ക്ഷീണം ഉണ്ടാവും. മഹാന്മാരെ പേര് വെക്കുമ്പോ റളിയല്ലാഹു അല്ല, നമ്മളൊക്കെ ചെല്ലാറുണ്ട്. ചെല്ലിനോടത്തും ചിലപ്പോ ചെറിയ വ്യത്യാസമൊക്കെ കാണും. അല്ലേ? അപ്പൊ മൗലൂദൊക്കെ ഓതുമ്പോ പിന്നെ അബ്ദുല്ലാഹി ഇലാ ബത്നി ആമിന, സത്യം പറയാ, അബ്ദുല്ലാന്റെ അവിടെ ചെല്ലിയോ? ആരും ചെല്ലില്ല. എന്താ അബ്ദുള്ള പൈസ കടം വാങ്ങി മുങ്ങിയാളാ? ചെല്ലണ്ടേ നേരത്തെ ചെല്ലണ്ടേ. കല്യാണം കഴിഞ്ഞ് പോകുമ്പോ കയ്യിൽ അണ്ടിപ്പരിപ്പ് കൊടുക്കുക, ബിരിയാണിയിൽ ഇടാൻ മറന്നതാ പറഞ്ഞിട്ട് ഒരു മാനില്ല. ഏത് വിഷയവും അതിൻ്റെതായ കൃത്യസമയത്ത് ചെയ്യാം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മസ്ജിദുൻ നബവിയുടെ ബാബുസലാം എന്ന കവാടത്തിൽ നിന്നുള്ള മുറ്റത്ത് കാണുന്ന തൂണിന്റെ 11ാമത്തെ തൂണിന്റെ തൊട്ടടുത്താണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. അല്ലാഹു ഇടക്കടക്കവിടെ പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരെ പേരേക്കുമ്പോ തർലിയത്ത് ചെല്ലൽ വലിയ സംഭവം. ഓൽക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളോട്. ആ മഹാന്മാരെ ഇഷ്ടം വെക്കുന്ന ഒരു കൂട്ടത്തിൽ അല്ലാഹ് നമ്മളൊക്കെ പെടുത്തട്ടെ. അതുകൊണ്ടാണല്ലേ നമ്മളൊക്കെ ഔസുലാലമിന്റെ പേരിലാണല്ലോ നമ്മളിപ്പോ ഈ ഒരുമിച്ച് കൂടുന്നൊക്കെ. വല്ലാത്തൊരു സംഭവം തന്നെ. ഈ അബൂബക്കർ ഇബ്നു അയ്യാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ 40 ചില്ലാനം വയസ്സ് ജീവിച്ച മഹാൻ. അവിടുന്ന് മുദല്ലിസ, കച്ചവടക്കാരനും ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കോംപ്രമൈസിന് വരുന്ന ആളുമാണ്. അങ്ങനെ എല്ലാ നിലക്കും ഭയങ്കര തിരക്കുള്ള ആളായിട്ടും 25,000 ഹത്തന്തും 70 വയസ്സൊരാൾ ജീവിച്ച അയാൾക്ക് 25,500 ദിവസം ഉണ്ടാകും.
70 വയസ്സ് പറഞ്ഞാല് 25,500 ദിവസം ഉണ്ടാകും. അപ്പൊ 40 വയസ്സുള്ള ആള് 25,000 ഖത്തം തീർക്കണമെങ്കിൽ ഒരു ദിവസം എത്ര തീർക്കണം? ഞാൻ ആദ്യത്തെ ആ 3-4 കൊല്ലം ഉണ്ടല്ലോ കൂട്ടികളി കളിച്ചത്, ആ പ്രായം ബാക്കിക്കൂടി എന്നാൽ എത്ര ഉണ്ടാകുക? ഒരു 17,000-18,000 ദിവസം കൊണ്ട് 25,000 ഖത്തം തീർക്കാറുള്ള ചില്ലറ. ആ അബൂബക്കർ ബിൻ അയ്യാശ് തങ്ങൾ വഫാത്താകുമ്പോ അവിടുന്ന് സ്നേഹിക്കുന്ന പുന്നാരമോൾ, ആ മോള് ബാപ്പായുടെ വിരാമാലോചിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാ. ആസന്ന രോഗിയായ പ്രിയപ്പെട്ട പിതാവ് മോളെ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ മോളെ എന്തിനാണ് കരയുന്നത്? റബ്ബി എന്നെ ശിക്ഷിക്കുമെന്ന ഭയപ്പാട് നിനക്കുണ്ടോ മോളെ? വഖദ് ഖതംതുൽ ഖുർആന ബൈന ഹാദൈനി സാവിയതൈൻ, ഞാൻ ഈ 2 തൂണിന്റെ ഇടയിൽ ഞാൻ 25,000 ഖത്തം തീർത്തിട്ടുണ്ട് മോളെ. ഈ വിഷയം പറഞ്ഞ് നബവി ഇമാം പറഞ്ഞു, വലാ യംബഗി ലിമുതാലിഹി അൻ യൻഖുറ അർഫൻ മൻ ദിക്റ അല്ലദീന തസ്തൻസിലു റഹ്മതു ബിദിക്രിഹിം. ഇതുപോലെയുള്ള മഹാരഥന്മാരുടെ പേര് പറയുന്നിടത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്നതാ. അതുകൊണ്ട് ഒരക്ഷരം പോലും ഒഴിവാക്കണ്ട. ഇതാണ് അവിടുന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, ചുരുക്കി പറഞ്ഞാൽ ഖുർആനുമായുള്ള ബന്ധം വലിയ ബന്ധമാണ്. അതല്ലേ റമദാനിൽ വഫാത്തായ ആട്ടെ റമദാനദിൽ ജോ മുഅരാവിലെ തീത്തെ മരണമാകോ എന്റെ ബിണ്ട് ഓദിയമാലേ മാനിദാ സൂറത്ത് തേരോ മുമ്പ് മൗതായാരേ. ഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, അവിടുന്ന് ഖുർആൻ ഓതിക്കൊണ്ട് വഫാത്തായ മഹദിയ. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഖുർആനുമായുള്ള ബന്ധമാണ് തഖ്വയുള്ളവരുടെ ലക്ഷണം. മൂന്നാമത്തേത് വൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. സാമ്പത്തിക രംഗത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ ഹലാലിലൂടെ സമ്പാദിക്കുക, അള്ളാന്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കുക. അള്ളാഹ് ഇതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ലക്ഷ്യവും മാർഗവും കൃത്യമാവും. ഒരാളുടെ ലക്ഷ്യം കൃത്യമാണ്, മാർഗം ശരിയല്ലേ, പരാജയപ്പെടും. നമുക്ക് നല്ലൊരു ലക്ഷ്യം, നമ്മുടെ പാവപ്പെട്ട ഒരു അയൽവക്കക്കാരൻ, ആ അയൽവാസിയെ സഹായിക്കണം എന്നൊരു ലക്ഷ്യത്തിന് വേറൊരു സാധുവിന്റെ മുതല് പോയി കട്ടെടുത്തു, അല്ലെങ്കിൽ പലിശക്ക് ആൾക്ക് കൊടുത്തിട്ട് അതിന്റെ ലാഭവിഹിതം കൊണ്ടുവന്നിട്ട് അത് അവിടെ കൊണ്ട് സഹായിച്ചാൽ ഈ മാർഗം ശരിയല്ല. അതുകൊണ്ട് ആ ലക്ഷ്യവും. ചിലർക്ക് നല്ല മാർഗം ഉണ്ടാകും, ഹലാലായ കച്ചവടം, അല്ലേ? അഫ്ളലുൽ കസ്ബി അത്തിജാറ തുമ്മ സനഅ ഖാല റസൂലുള്ളാഹി. നല്ല ഏർപ്പാടാത്ര കച്ചവടം. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ഒരുപാട് ഇമാമിങ്ങൾക്ക് കച്ചവടം ഉണ്ടായി, പലർക്കും ഉണ്ടായിരുന്നു. അതല്ലാതെ ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്ന പെണ്ണ് വേറെ ആൾക്കാർക്ക് കച്ചവടം ചെയ്താലല്ല, നേരെ മറിച്ച് വ്യാപാരം ചെയ്യുന്ന ആളുകൾ പഴയ കാലത്ത് പോയ കാലത്ത് അത്താജിറുൽ അമീനു മഅൽ അംബിയാ, വിശ്വസ്തനായ കച്ചവടക്കാരൻ അംബിയാക്കളെ അടുത്താണ് ആഖിറത്തിൽ. ഇതിൽ ചിലപ്പോ കുറെ കച്ചവടക്കാരുണ്ടാവും. അള്ളാഹു എല്ലാവരുടെ കച്ചവടത്തിലും ലാഭം തരട്ടെ. ആമീൻ പറഞ്ഞവരൊക്കെ കച്ചവടക്കാരാന്ന് കരുതണ്ട കേട്ടോ. എന്നാലും എന്താണ്, എല്ലാ നമ്മളെ കച്ചവടക്കാർക്കും ഒരുപാട് ആളുകൾ പരിസരങ്ങളിലൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ, വലിയ സംഭവം. വ്യവസായം, കൊട്ട നെയ്യ. ഇപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം
ലോകം ഭരിച്ച ഭരണാധികാരികൾപ്പെട്ടതാണെങ്കിലും അവിടുന്ന് കൊട്ട നെയ്ത് വിറ്റിട്ടാണ് ജീവിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാണ്. അവസാനം ഒന്നുമില്ല. അവസാനം നാട്ടുകാരെ ഒട്ടകത്തിനും പശുവിനും പാല് കറന്നു കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. ബൈഅത്ത് ചെയ്ത് ഖലീഫയായ അന്ന് പൊരേക്ക് ടെൻഷനായി പോവുക, പടച്ചോനെ എന്താ പാകുക എന്നിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പോണ സമയത്താണ് ഒരു പെരീന്നൊരൊച്ച, ഉമ്മ എന്തേ മോളെ ഞമ്മക്ക് ഇനി എന്താ കാട്ടുക, എന്തേ ഞമ്മക്ക് എന്നും ഒട്ടകത്തിനെ കറന്നീനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നമ്മളെ ഖലീഫ ആയിക്കണത്രേ, നമ്മളെ ഭരണാധികാരി ആയിക്കണം, ഇനി ആരാ നമുക്ക് പാല് കറന്നുതരിക, ഞമ്മക്ക് ആ പണി കഴിയൂലല്ലോ അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ടെൻഷൻ പങ്കിടുമ്പോ സിദ്ദീഖ് തങ്ങൾ പതുക്കെ പിന്നാലെ അപ്പുറത്ത് പോയിട്ട് വാതില് മുട്ടി. ഇതുവരെ വോട്ടിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പാല് കറന്നത്, ഞാൻ എന്റെയും കുടുംബത്തിന്റെയും ആഹാരത്തേക്കുള്ള ഇബാദത്തെടുക്കാൻ, ശരീരത്തിനുള്ള താക്കത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയുള്ള ചെറിയ ജോലിയല്ലേ, ഇന്ന് വരെ ആരാ കറന്നത്, ഇൻഷാ അല്ലാഹ് നാളെ മൂപ്പരന്നെ ഉണ്ടാവും, നിങ്ങൾ ബേജാറാകണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചേ കാണാം. തൊഴിലെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഗതിയാണ്. അള്ളാന്റെ റസൂല് കയ്യുമുത്തിയ ഏക സ്വഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ജനിച്ചപ്പോൾ ഇഹ്തസ്സൽ അർശു തറബൻ വസ്തിബിശാറ വസാദൽ കുർസിയു ഹൈബതൻ വവഖാറ വംതലഅത്തിസ് സമാവാതു അംവാറ വളജ്ജത്തിൽ മലായികതു തസ്ബീഹൻ വസ്തിഗ്ഫാറ അല്ല തഹ്ലീലൻ വസ്തിഗ്ഫാറ. മൗലിദിലുണ്ടല്ലോ നബി തങ്ങളെ വരവ് കണ്ടിട്ട് അർശ് ഇങ്ങനെ ഇഹ്തസ്സ ഭയങ്കര പ്രകമ്പനം കൊണ്ടുവന്നാണ്. അതേപോലെ അർശ് സന്തോഷിച്ചതാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് അവിടുന്ന് വഫാത്തായപ്പോ ഇഹ്തസ്സൽ അർശു. അങ്ങനെ ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു ദിവസം നബി തങ്ങൾ ഇങ്ങനെ യുദ്ധം കഴിഞ്ഞു വന്നപ്പോ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു, സലാം കൊടുത്തു. അപ്പൊ കജ്ജു ഭയങ്കര ഒരം, ചിലക്കാരെ കയ്യുണ്ടാകൂല ഭയങ്കര ഒരണ്ടാവും അല്ലെ, തഴമ്പ് കാരണം കൈക്കൂട്ട് കളക്കുന്നവർക്കൊക്കെ ചിലപ്പോ അങ്ങനെ എന്താ കയ്യുമൊരു ഒരന്നു വെച്ചു. ഇതിന്റെ കുട്ടിയേക്ക് വേണ്ടിയിട്ട് പാടത്ത് പണിയെടുത്തതാണ്. അരിനിയോ കബിലുവാ, ഞാനൊന്ന് മുത്തട്ടെ, ഈ കയ്യ് നരകം തൊടൂല. കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ച ഈ കയ്യ്, ആ അധ്വാനത്തിന്റെ ഫലമുള്ള ഈ കയ്യ് അല്ലാഹു നരകം ഹറാമാക്കിയിട്ടുണ്ട്. അണ്ടങ്ങള് തൊഴിലിനുള്ള ജോലിക്കുള്ള മഹത്വം ശഫീഉൽ വറാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമിനൽ അറാബി, ചില പച്ച സാധാരണക്കാർ കിതാബ് ഓതിയിട്ടില്ല, ഓതിയ ഉസ്താദുമാരെ മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നു, അങ്ങനെയുള്ള വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ മയ്യുമിൻ ബില്ലാഹ്, ഭയങ്കര വിശ്വാസ അല്ലാഹുവിൽ, വൽയൗമിൽ ആഖിർ, മരിച്ചോണെന്നുള്ള ചിന്ത, പണി മാറ്റുക, നിസ്കരിക്കുക, അങ്ങനെ പള്ളിയുമായി ബന്ധം, സ്വലാത്ത്, ദിക്ർ, അങ്ങനെയുള്ള സാധാരണക്കാരിൽ ചില സാധാരണക്കാർ അല്ലാഹു തആല ഓൽക്ക് കൊടുത്ത മുതല് അതില് സ്വന്തം കുടുംബത്തിന് കൊടുക്കുന്നതോടൊപ്പം കൂലി കിട്ടുന്ന മേഖലയിലൊക്കെ ഊരിങ്ങനെ ചെലവാക്കും. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പേരിലും അവര് ചെലവാക്കും. ഇങ്ങനെ ചെലവാക്കുന്ന ആളുകള് അലാ ഇന്നഹാ ഖുർബത്തുല്ലഹു, കൂലി കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് ചെലവാക്കുന്നത്. സയ്യിദുഹുമുല്ലാഹു ബിറഹ്മതി, അല്ലാഹു വലിയ റഹ്മത്ത് അവർക്ക് കൊടുക്കും. ഖുർആൻ പറയാം. അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. സഅദ് ഇബ്നു മുആദ് തങ്ങൾ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നല്ല തൊഴിൽ, നല്ല മാർഗ്ഗമാണ്. ആ തൊഴിലെടുത്തു കിട്ടുന്ന സമ്പാദ്യം പൊരുത്തമില്ലാത്ത മേഖലയിലാണോ വിനിയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും രക്ഷയില്ല. അതുകൊണ്ട് ഹലാലിലൂടെ സമ്പാദിക്കണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രം വിനിയോഗിക്കണം. ആ നിലയ്ക്ക് വിനിയോഗിക്കുന്ന ആളുകളാരാ? അവരാണ്
രാജാതിരാജനായ റബ്ബിന്റെ അടുക്കൽ ഉന്നതരായ ആളുകൾ അല്ലാഹ് ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനു വേണ്ടതാണ് വാഖിഅ സൂറത്ത് പാരായണം ചെയ്യൽ. അതുപോലെ ഉറങ്ങുന്നതിന്റെ മുമ്പ് അൽഹാകുമുത് തകാസുർ പാരായണം ചെയ്യുന്നത് സാമ്പത്തിക രംഗത്ത് ബറക്കത്തിന് നല്ലതാണ്. ഏത് സൂറത്ത് പറഞ്ഞേ? അൽഹാകുമുത് തകാസുർ. എപ്പോ? ഉറങ്ങണതിന്റെ മുമ്പ്. അങ്ങനെ ഉറങ്ങുന്നതിന്റെ മുമ്പ് അൽഹാകുമുത് തകാസുർ പാരായണം ചെയ്താല് മുതലിന്റെ വിഷയത്തിൽ കുടുങ്ങൂലെന്ന. ഹലാലില് സമ്പാദിക്കാനും പൊരുത്തത്തിൽ ചെലവാക്കാനും കഴിയും. ഇത് ചിലപ്പോ കുറെ കായ് ഇങ്ങനെ കിട്ടും, ഒന്നായിട്ട് പോകും. ഇങ്ങോട്ട് പറയും എന്റെ കജ്ജ് ഓട്ടക്കജ്ജാണ്, നോക്കട്ടെ ഒരു ഓട്ട ഉണ്ടാവില്ല. ഇവിടെ കജ്ജിന്റെ കൈബത്ത് പറയും എന്റെ കജ്ജ് ഓട്ടക്കജ്ജാണ്. ചില ആൾക്കാർ വെറുതെ അങ്ങനെ പോകും, ആവശ്യമില്ലാതെ. അപ്പൊ അതിനുള്ള നല്ല മാർഗമാണ് അൽഹാകുമുത് തകാസുർ. എന്നും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ പേരിൽ ഓരോ ഫാത്തിഹ ഓതുന്നത് വളരെ നല്ലതാണ്. ആരെ പേരിൽ? വയറിൽ കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാർ വെച്ചിട്ടുണ്ട് കുറെ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സാഹിബിന്റെ പേരെന്താണ്? ഏത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. കാരണം മുതലുണ്ടാകുന്ന വിഷയമാണല്ലോ, പൈസ ഉണ്ടാകുന്ന വിഷയമാണല്ലോ. അപ്പൊ ആ വിഷയം അത് മറക്കൂല, അതങ്ങനെ ചെല്ലും. അൽഹാകുമുത് തകാസുർ ഒക്കെ പരമാവധി ചിലപ്പോൾ ഊതി വെക്കും. സൂറത്തുൽ മുൽക്ക് ഓതിക്കോളി, ഖബറിൽ രക്ഷയെന്ന് പറഞ്ഞാല് പിന്നെ അവിടെ പോട്ടെ. ആ നിലക്കുള്ള കണക്കൂട്ടലാണല്ലോ. പള്ളിക്കുന്ന ഒരാൾ ചെരുപ്പ് പോയപ്പോ വേറെ ആൾ ചെരുപ്പ് എടുത്തു. അപ്പൊ ആ ചെരുപ്പ് എടുത്തപ്പോ ഞങ്ങൾ ഇത് മൈസറേക്ക് കൊണ്ടുണ്ടെന്ന് ചോദിച്ചപ്പോ എന്റേത് കിട്ടുമ്പോൾ കൊടുക്കാറുണ്ട്. അപ്പൊ ആ നിലക്കുള്ള അഡ്ജസ്റ്റ്മെന്റാസികളാണ് പലപ്പോഴും പലരും ആഹാരത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമുണ്ടാകല്. അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞു വന്നത് ആ നിലക്ക് ഹലാലിലൂടെ സമ്പാദിച്ച് ഹലാലിൽ വ്യയം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പറഞ്ഞു വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ഖാറൂൻ മുതലാളി എന്നൊരു വലിയ മുതലാളിയുണ്ട്. എത്ര വലിയ സമ്പാദ്യമാണ് അറിയോ? അയാളുടെ സ്വർണം സൂക്ഷിച്ച അലമാരകളുടെ താക്കോലുകൾ 70 ഒട്ടകത്തിന് ചുമക്കാൻ മാത്രമുണ്ട്. ഒരു 3 ലോഡ് താക്കോല്, ഒരു 5-6 കോടി അൽമറ നിറച്ച് സ്വർണം. സ്വർണത്തിന് ഇപ്പൊ എന്താ വില? ഒരു പവന് എത്ര അറിയില്ല, 22,000 ചില എത്ര അറിയില്ല. കറക്റ്റ് ചോദിക്കണമെങ്കിൽ പെൺകുട്ടികളെ കല്യാണം ഉറപ്പിച്ച ആൾക്കാരോട് വെച്ചാൽ ഓലിങ്ങനെ പേപ്പർ നോക്കിയിട്ട് സ്വർണ്ണ വില കൂടി ഇന്നാലില്ല, കുറഞ്ഞു അൽഹംദുലില്ലാ, 2 ദിക്റ അല്ലേ? അപ്പോ ഇത്ര സ്വർണ്ണുള്ള ഖാറൂൻ ഇങ്ങനെ ആലോചിച്ചു, അല്ല എന്താപ്പോ ഈ ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂത്താപ്പാന്റെ മോനാണ് കലീമുല്ലാഹി മൂസ. കായും പണമില്ല, ഏക്കർ സെന്റും ഇല്ല. അങ്ങനെയുള്ള മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു തവക്കുലായിക്കല്ലേ. കാരണം അള്ളാഹു തആല അങ്ങനെ പറഞ്ഞത് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ നിന്ന് ഒരു വടിയും വാങ്ങി മകളെയും കൊണ്ട് കല്യാണം കഴിച്ച സഫൂറ ബീവിനേറ്റാ വരുന്നത്. അളിയനും കൂട്ടിങ്ങനെ തുടങ്ങി. ഗർഭിണി. രാത്രി ഇരുട്ടായി. ആ ഇരുട്ടായ സമയത്ത് ഭയങ്കര തണുപ്പ്. അപ്പൊ ദൂരെ ലൈറ്റ് ഉണ്ട്. അപ്പൊ മൂസാ നബി പറഞ്ഞു, അനസ്തുനാറ, ഞാൻ ആ തീ ഒന്ന് പോയി നോക്കട്ടെ, നമുക്ക് തീ വിട്ട തണുപ്പുന്ന അകല ഭക്ഷണം എന്തെങ്കിലും പാകം ചെയ്യാൻ പോയി നോക്കട്ടെ. തീയിന്റെ അടുത്തെത്തിയപ്പോ മൂസ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ്. മൂസാ നബിയെ ചെരുപ്പൊക്കെ അയച്ചളി, ഇത് നല്ല സ്ഥലം, ഇത് തൗറാത്ത് പറഞ്ഞ സംഗതി ഇറങ്ങാനുള്ള സ്ഥലമാണ്. ഇങ്ങട്ട് ഇനി അനല്ലാ, അള്ളാന്റെ വഹയ്യ. ഇദ്ഹബി ഇലാ ഫിർഔന. എവിടക്കപ്പി പോക്ക്? വേറെ എവിടെയെങ്കിലും പോയി പാർക്കാൻ പോകല്ലേ? എന്നാ ശരി, റൂട്ട് മാറ്റണം. നിങ്ങൾ റൂട്ട് മാറ്റണം, ഓലെടുക്കാച്ച പോയിക്കോട്ടെ. ഇദ്ഹബി ഇലാ ഫിർഔന. ഫിർഔനിന്റെ അടുക്കലേക്ക് പോയിക്കോ. ഫിർഔന് പറഞ്ഞ ആളാണെങ്കിലോ മൂസാ നബി എന്നെ കാത്തിക്കാണ്, പുതിയാപ്പളത്തക്കാരത്തിനല്ല, പിന്നെ കണ്ട സൈസാക്കാൻ വേണ്ടി അവിടേക്ക് പോകാനാ പറഞ്ഞത്. അപ്പൊ എന്തേ മൂസാ നബി പറഞ്ഞു, ആ മഹല്ലില് എനിക്ക് ജോലി വേണ്ട, അവിടുത്തെ കമ്മിറ്റിക്കാർ ശരിയില്ല എന്നാണോ പറഞ്ഞത്? അല്ല, മൂസാ നബി പറഞ്ഞു ഞാൻ പോയിക്കോളാം.
ഞാനവിടെ പോകാൻ റെഡിയാണ്. എനിക്ക് 4 ആയുധം വേണം. എന്താ വേണ്ട? ഒരു വാള്, ഒരു വടി, ഒരു കുന്ന ഉരുളൻ കല്ല്. അതാണോ? അല്ല. റബ്ബി ഇശ്റഹ് ലി സദ്രി. ഒന്നൊരു നല്ല മനസ്സ്, നല്ലൊരു മനസ്സ്, എല്ലാരും ഉൾക്കൊള്ളാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് നല്ലൊരു മനസ്സ്. അവിടെ എന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. വരുന്നോട് കൂടെ മുണ്ടാറിന പിന്നെ മുണ്ടണീന് വേനല്ലേ, അവിടെ പറഞ്ഞ കേൾക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ലിസാനി, പിന്നെ നാവുമ്മ പണ്ടൊരു തിജ് നാവുമ്മട്ട ചരിത്രം ഉണ്ടായി. ആ ഇട്ട വകയിലൊരു ചെറിയൊരു കട്ടിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഒരു ചെറിയൊരു ഒരു ബളബളക്കം, അതാണ് പോകും വേണം. റെഡി. ഞാൻ പറയണത് ഒരിക്കൽ തിരിയും വേണം. മറ്റേ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ മനസ്സിലായി, അതുകൊണ്ട് കാര്യമില്ല. പറയണത് തിരിയണല്ലോ. ഇതിപ്പോ ഡോക്ടറെ അടുത്തേക്ക് തള്ള പോയപ്പോ എന്താ അങ്ങനെന്ന് വെച്ചപ്പോ ആകപ്പാടെ എന്തൊക്കെ കൂടി ആകപ്പാടെ മനേന്ന് പറഞ്ഞു. അതിലെന്തൊക്കെയോ ഇങ്ങനെ എഴുതി. ഇത് മെഡിക്കൽ ഷാപ്പ് കൊടുത്തപ്പോ ഇതിവിടെ ഇല്ല, ഒറ്റ ഷാപ്പൊന്നും മരുന്നിട്ടില്ല. അപ്പൊ എന്തേന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടറെ അടുത്ത് നിങ്ങൾ എന്ത് മരുന്ന് എഴുതിക്കണെന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ അസുഖത്തിനുള്ള മരുന്നാണ്. ആകപ്പാടെ എന്തൊക്കെ കൂടെയാണോ, എന്തൊക്കെ കൂടെ ആകപ്പാടെ അത്ര. അപ്പൊ ആ നിലയ്ക്ക് പറയുന്ന വിഷയം തിരിയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കാര്യങ്ങൾ എന്താവും വേണം, ബോധ്യപ്പെടും വേണം. ഇതാണ് അങ്ങനെ. എന്നാ പോകല്ലേ. അപ്പോഴും മൂസാ നബി ഇങ്ങനെ ആലോചിച്ച എന്താ ആലോചിക്കണത്? അളിയനും പെണ്ണുങ്ങൾ ഒരുപാട് ഭാഗത്ത് അവിടെ നിർത്തിയിട്ടാണ് ഇപ്പൊ ഈ പോന്നിക്കണത്. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ ഓല കൂട്ടിയിട്ടല്ല പോകാൻ പറയണത്, ഒറ്റക്കാ പോകാൻ പറയണത്. അല്ലാഹുവേ യാ റബ്ബി മൻ യഖ്മു ബി അംരി ഇയാലി, എന്റെ കുടുംബത്തിന്റെ കാര്യം ആരായി ഏൽക്കുക, എന്റെ കുടുംബത്തിന്റെ കാര്യം ആരായി ഏൽക്കുക. ഇത് ചോദിച്ചപ്പോ അല്ലാഹു തആല പറഞ്ഞു മൂസാ നബിയോട്, ആ വടിയോണ്ട് ആ പാറമെന്ന് തല്ലാൻ. പാറമൻ തച്ചപ്പോ പാറ 2 പൊളിയനായി. നമ്മളിപ്പോ ഒരു വൈക്കോക്കൂട്ടമ്മ തല്ലണ വടിയുണ്ട് പാറമ തച്ച പാറ വിട്ടു കജ്ജു വരുത്താക്കുക എന്നല്ലാതെ ഇല്ലല്ലോ. അത് അജാതി അടിയാണ്, മോയിസത്തിന്റെ അടിയാണ്. പാറ 2 എണ്ണമായി. ഒന്നുകൂടി നല്ലാൻ പറഞ്ഞ വീണ്ടും 2 എണ്ണമായി. ഒന്നുകൂടി നല്ലാൻ പറഞ്ഞപ്പോൾ ഉള്ളിലൊരു ഒരു കോഴിമുട്ട പോലെ ഒരു ഉരുണ്ട കല്ല്. ആ ഉരുണ്ട കല്ലും ഒന്ന് മേടാൻ വേണ്ടി പറഞ്ഞു. മേടിയപ്പോ അത് 2 പൊളിയായി. അപ്പൊ അതിന്റെ ഉള്ളിലുണ്ട് ഒരു ചെറിയ പുഴു, ഒരു കൊച്ചു പുഴു. ആ പുഴുവിന്റെ വായിലുണ്ട് ഒരു ചെറിയ ധാന്യം, ഒരു ഗോതമ്പിന്റെ റവന്റെ എന്തോ ഒരു കഷ്ണം. അതെങ്ങനെ അതിന്റെ ഉള്ളിൽ എത്തിയത് നമുക്കറിയില്ല. ഇംഗ്ലീഷുകാരൻ കേരളക്കാരന്റെ മക്കാനി കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പറഞ്ഞില്ലേ, എന്റെ സുഖിയം കിട്ടിയപ്പോ ഒറ്റ ഓട്ടം കുത്താത്ത ചെറുപേരെങ്ങനെ ഉള്ളിൽ കടന്നത്, ഇതാ മൂപ്പരിസ്കാല്. അതെങ്ങനെയുള്ളത് നമ്മക്കറിയാം. പക്ഷെ ഈ പാറന്റെ ഉള്ളിന്റെ ഉള്ളില് ഈ പുഴുവിന്റെ വായിലേക്ക് ഒരു ധാന്യമണി. ഈ ധാന്യമണി എങ്ങനെ ഇപ്പൊ അത് ഉള്ളിലെത്തിയത്? എന്നിട്ട് അതിങ്ങനെ ഒച്ചുണ്ടാക്കി. ആ ഒച്ച മൂസാ നബി കേട്ടു. സുബ്ഹാന മൻ യഅരിഫുനി, സുബ്ഹാന മൻ യഅരിഫു ലിസാനി, സുബ്ഹാന മൻ യഅരിഫു മകാനി. എന്റെ സ്ഥാനം കാണുന്ന അല്ലാഹ്, എന്റെ ഭാഷ അറിയുന്ന അല്ലാഹ്, എനിക്ക് റിസ്ക് നൽകുന്ന അല്ലാഹ് എന്ന് തസ്ബീഹ് മൂസാ നബിക്ക് കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, ഈ പാറന്റെ ഉള്ളിലുള്ള ഈ ജീവിയെ ഞാൻ അവഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാര്യയെയോ നിങ്ങളുടെ മോനെ നിങ്ങളുടെ അളിയനെയോ ഞാൻ അവഗണിക്കൂല. ഓർക്ക് ഞാൻ കാവലുണ്ട്. സംശയിച്ചോ? അവിടെ ഇല്ല, സംശയിച്ചില്ല. അതങ്ങനെ അല്ലാഹു തോന്നിപ്പിച്ച. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്ന സമയത്തുള്ള പശ്ചാത്തലം എന്താ? ആൺകുട്ടികൾ ആര് ജനിച്ച ഓലെ തലയറുക്കും. 70 ലക്ഷം കുട്ടികളെ നമ്രൂദ് കൊലപ്പെടുത്തിയത് ഭരണം പോകാൻ ഏതോ ഒരാൾ കാരണമാണെന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബിന്റെ ഉമ്മ നേരെ പോയി കാട്ടിക്ക്, ഘോര വനത്തിലേക്ക് പോയിട്ട് ഒരു പാറമടയിൽ ഇബ്രാഹിം നബിയെ പ്രസവിച്ച് വലിയൊരു കല്ലുകൊണ്ട് അടച്ചാണ് വെച്ചു. നിങ്ങൾ പോന്നു. 7 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നാണ് പോണത്. 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത് മോനെ. അല്ലാഹു തആല മർപ്പിച്ചു. 7 കൊല്ലം കഴിഞ്ഞിട്ട് പടച്ചോനെ ഇങ്ങനെ സംഭവം നടന്നല്ലോ. പോയിട്ട് ആ മട ഇങ്ങനെ തുറന്നു നോക്കുമ്പോണ്ട് വിരലിയും വീട്ട് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം. അതുകൊണ്ടാണ് വിരലി നമ്മളെ കുട്ടികളെ കജ്ജുമ തല്ലരുത് അറിയുന്നത്.
നമ്മൾ പല്ല് പൊന്തുള്ളൂ എന്നിരുന്നാണ് എന്താകാനുണ്ട് വെച്ചലില്ല. ശീലിപ്പിക്കണം എന്നല്ല പറഞ്ഞത്, അല്ല അതിനും ചെറിയൊരു ഉസയിലുണ്ട്, അതാ പറഞ്ഞത്. അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല ഒരാളെ ഏറ്റെടുത്താൽ അവൻ രക്ഷപ്പെട്ടു. അതാണ് യജമാനനായ റബ്ബിനെ പരിഗണിക്കണം എന്ന് പറയുന്നത്. പക്ഷികളുടെ രക്ഷണവും അൽ ഖൗഫ് രണ്ടതാണ്. മൂന്നാമത്തേത് യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ അഫ്ഇദതുഹും കഅഫ്ഇദത്തിത് തുയൂർ. പക്ഷി മനസ്സുള്ള മനസ്കരായ മനുഷ്യർ സ്വർഗത്തിലാ. എന്താണ് പക്ഷിയുടെ മൂന്നാമത്തെ അടയാളം? സ്വഭാവം എന്താണ്? നല്ല സ്വഭാവമാണ്, സൽ സ്വഭാവമാണ്. അതേ പക്ഷികൾ ഒരിക്കലും വിവാദത്തിനുണ്ടാവാറില്ല. കാക്കകളൊക്കെ എന്തൊരു ഒച്ചപ്പാടുണ്ടാക്കലുണ്ട്, ഒരു ഉസുറും പുളിയില്ലാതെ എന്ത് ജാതി പറിച്ചു. അതെന്താണ്? മറ്റു കാക്കകളെ വിളിച്ചോരെ കോളുണ്ട് കോളുണ്ട്, സ്വാർത്ഥതല്ല. നല്ല ഹെൽപ്പായിരിക്കും ജീവികള്, കണ്ടിട്ടില്ലേ? നല്ല ഒരു മാതൃകാപരമായ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ഉറുമ്പുകൾ. ഉറുമ്പ് ഇവിടെ ചക്കര വെച്ചാലും വയനാട് ചുരറങ്ങിയാണ് ചോണവും വരും. എങ്ങനെ അയറ്റക്ക് മണം കിട്ടണ അറിയില്ല, എന്നാലും അയറ്റ വരും അല്ലേ? സംഭവം എങ്ങനെയെങ്കിലും ക്ഷണിക്കാതെ വരുന്ന അതിഥികളാ. ആ അതിഥികൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും പോകും അല്ലേ? ഇങ്ങനെ പോകും. പോണ സമയത്തൊക്കെ ഒന്ന് മുസാഫിയത്തിട്ടാണല്ലോ പോവുക. ഈ ഉറുമ്പിന്റെ വരിയൊക്കെ കൊണ്ടു എല്ലാ ഉറുമ്പുകൾക്കും മറ്റേ ഉറുമ്പുകളൊന്ന് എന്തൊക്കെ വർത്താനം സുഖം തന്നെയല്ലേ, ഞാൻ പോട്ടെ, എന്തൊക്കെ വർത്താനം സുഖം തന്നെയല്ലേ, ഞാൻ പോട്ടെ, ഇങ്ങനെ പോകുകയായിരിക്കും ചെയ്യാം. ശ്രദ്ധിച്ചില്ല നിങ്ങള്? അത് ഉറുമ്പുകളൊരു സ്വഭാവമാണ്. അത് കയറിയാ ഇറങ്ങ. ഈ പനന്റെ മേലെ ഒരാൾ കയറി വെക്കുമ്പോ ഭയങ്കര ഉറുമ്പ്. അത് പോകാൻ വേണ്ടിയിട്ട് ഏതോ ഒരാൾക്ക് ഒരു ജോത്സ്യന് 100 റുപ്യ കൊടുത്തു. ഇത് പനന്റെ മുകളിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു, ഉറുമ്പ് ശല്യം ഉണ്ടാവൂല. അങ്ങനെ ഒരാഴ്ച എങ്ങനെയൊക്കെ കയറി അവിടെ വെച്ചു. ഒരാഴ്ച കയറി വെക്കുമ്പോഴോ ഉറുമ്പിനൊരു മാറ്റമല്ല, നിറച്ച് ഉറുമ്പ്. ഇയാളെടുത്ത് പോയി പറഞ്ഞു നോക്കുമ്പോ അയാള് പറഞ്ഞെന്താ, ഒറ്റ ചിറിയ. എന്താ അറിയോ? ആ ഇറങ്ങണ ഉറുമ്പുകളുണ്ടല്ലോ, ആ സാധനം കണ്ട് ഇറങ്ങുക. ആ കയറിന് ഉറുമ്പുകളുണ്ടല്ലോ, വെച്ചതറിയാതെ കയറിയ. അപ്പൊ അങ്ങനെ എന്താണ്, ഓരോ വിഷയത്തിലും ഉപായം പറയാറുണ്ടല്ലോ. അപ്പോ ഉറുമ്പുകൾ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ഓരോ ജീവികൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ. പക്ഷികൾക്ക് വലിയ വാത്സല്യം, വലിയ സ്വഭാവം അല്ലേ? ചെറിയ കുഞ്ഞുങ്ങൾ, ആ കോഴി കുഞ്ഞുങ്ങൾക്കുള്ളതും കൂടി ആ തള്ള കൂടി കഴിക്കാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ വലിയ സ്നേഹത്തോടു കൂടെ വർത്തിക്കാറുണ്ട്. ഒരു ഉറുമ്പും മറ്റൊരു ഉറുമ്പിനെ പറ്റിക്കൂല, ഒന്നും പറ്റിക്കാറില്ല, ചതിക്കാറില്ല. നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലി സമാനിനാ ഐബുൻ സിവാനാ വലൈസൽ ലിഅബു യഅകുലു ലഹമ ദിബി. ഒരു ചെന്നായയുടെ മാംസം കഴിക്കൂല. വയഅകുലു ബഅളുനാ ബഅളൻ അയാനാ. മനുഷ്യർ പരസ്പരം വഞ്ചിക്കുന്നു. സൽസ്വഭാവമാണ് ഏറ്റവും വലുത്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, അഹ്സനുൻ അക്മലുൻ നാസി ഈമാനൻ അഹ്സനുഹും അഖ്ലാഖാ. ഏറ്റവും നല്ല വിശ്വാസമുള്ളവർ, നല്ല ഈമാനുള്ളവരാരാ? സൽസ്വഭാവികളാ. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരുമാറാവട്ടെ. അൽ മുസ്ലിമു മൻ സലിമൻ നാസു. ഒരു യഥാർത്ഥ വിശ്വാസിയാരാണ്? മറ്റു ജനങ്ങൾ നമ്മുടെ വാക്കുകളെ തൊട്ട് രക്ഷപ്പെടണോ, നമ്മുടെ പ്രവർത്തനങ്ങളെ തൊട്ട് രക്ഷപ്പെടണോ. ഒരാളും ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല. പരസ്പരം സഹായിക്കുന്നവരാവണം. ഒരു വിശ്വാസിയുടെ ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 ഉപമയാണ്. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്ത്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. കണ്ടോ? ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് കണ്ണാടി പോലെയാണ്.
കണ്ണാടി പോലെ എന്ന് പറഞ്ഞ കഷണ്ടിയുള്ള തലയുള്ള ആളെ മൂത്തേക്ക് നോക്കി തലയിൽ കെട്ടാനല്ല. പിന്നെ അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ. എന്താണ് കൽമിർആത്ത്? കണ്ണാടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കണ്ണാടിന്റെ മുമ്പിൽ അങ്ങനെ പോയിന്നാ, ഈ കണ്ണാടി എനിക്ക് എന്നെയാണ് പറഞ്ഞത്, എന്റെ ഗുണദോഷ പറയാം അല്ലേ. താടി മുടിയൊക്കെ വെട്ടാനയക്കണമെങ്കിൽ ഈ മനുഷ്യന്റെ അടിക്ക് എപ്പോഴും പോണതാട്ടോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് റാഹത്തായിക്കോ, ഒക്കെ തലയിക്കെട്ടൊക്കെ ഒന്ന് ഉഷാറായിക്കോ, തലയിക്കെട്ട് ചെരിഞ്ഞീണ് ഒന്ന് തൊപ്പിയും കൂടി ഇട്ട് കെട്ടുകയാണെങ്കിൽ മട്ടാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണാടി മൗന ഭാഷയിൽ എന്നെ എങ്ങനെ ഉപദേശിക്കും അല്ലേ. അങ്ങനെയാണ് കണ്ണാടി നമുക്ക് നമ്മളെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഞാൻ അവിടുന്ന് പോയിട്ട് ഉസ്താദാണ് അവിടെ നിന്ന് നിൽക്കുക. കണ്ണാടി എന്താ പറയാ, ഒരു ചങ്ങായി ഒന്നില്ലേ ആള് പക്ഷെ എന്താണ് അങ്ങനെ നടക്കണ ഒരാള് എന്നിട്ട് എന്റെ ഗീബത്ത് പറഞ്ഞു കൊടുക്കും. ഇല്ല, കണ്ണാടി ഇന്നെ പറ്റി ഒന്നും കൊണ്ടുപോല, മൂപ്പരെ കാണിച്ചു കൊടുക്കാം. ഇതേപോലെയാണ് ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിന് കണ്ണാടിയാണെന്ന് പറഞ്ഞാല് അയാൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ നല്ല നിലക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഉപദേശം മരുന്ന് കൊടുക്കണായിരിക്കാന്നാണ്. പ്രഷറിനുള്ള ഗുളിക ഒരു മാസത്തിന് ഡോക്ടർ എഴുതി എളുപ്പം ഭേദാകാൻ വേണ്ടിട്ട് കടലെന്നായിരിക്കും മുഴുവനോ തിന്ന എങ്ങനെ ഉണ്ടാവും? വടിയോ കോലോ പറ്റൂല. 2 ഗുളിക കുടിക്കാൻ പറഞ്ഞത് അര ഗുളിക കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഫലം കിട്ടൂല. അവ കൊടുക്കേണ്ട അനുപാതത്തിൽ കൃത്യമായി കൊടുക്കണം. ഉപദേശം മരുന്ന് കൊടുക്കണായിരിക്കും. മഹാനരായ ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു ഒരാൾ ഇങ്ങനെ വുദു എടുക്കുന്നുണ്ട്. ലാ യുസ്നുൽ വുദുഅ, സുന്നത്തൊന്നും ശരിക്ക് എടുക്കണില്ല, തലയൊന്നും മുഴുവൻ തടവണില്ല. അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത്. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു ഇത് ഇങ്ങനെ കണ്ടപ്പോ എന്താ പറഞ്ഞത്? എത്ര കാലായടാ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒന്നുണ്ടാക്കാൻ? ഏത് മാസത്തിലാണ് പഠിച്ചത്? അങ്ങ് തീരെ ഉത്തരവാദിത്തല്ലേ? ഇങ്ങനെ ചോദിക്കാണോ ഇതത്? അല്ല. കുഞ്ഞിമോനെ ഒന്നും മട്ടാക്കി വെക്കാം. ഇങ്ങനല്ലേ പറഞ്ഞെടുത്തത്? ആ നിലക്കാണ് ഉപദേശിക്കേണ്ടത്. അതുകൊണ്ട് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് കൽമിർആത്ത്. മറ്റൊരു ഉപമ കെട്ടിടം പോലെയാണ്. ഒരു കെട്ടിടത്തിന് ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. ഓരോന്നോരോന്ന് കൂടുമ്പോഴാണ് അതിന്റെ കൃത്യമായ രൂപത്തിലാകുന്നത്. അങ്ങനെയാവണം മുഅ്മിൻ, അഥവാ വിശ്വാസം കൃത്യമാവണം. അതാണ് പക്ഷിയുടെ മറ്റൊരു സ്വഭാവം. മൂന്നാമത്തെ സ്വഭാവം, വേറെയും 2 സ്വഭാവങ്ങളുണ്ട്. അതാണ് ഹദീസിൽ പറഞ്ഞത്, യദ്ഖുലുൽ ജന്ന അഖ്വാമുൻ അഫ്ഇദതുഹും കഅഫ്ഇദത്തുത് തുയൂർ. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വഭാവമുള്ള നല്ല ലക്ഷണമൊത്ത നല്ല വിശ്വാസിയായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കൂട്ടായ്മ നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.